സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളെ ഹല്ലേലൂയ ഒരുമിച്ച് അങ്ങനെ ആരാധിച്ച് അന്യവാസികളൊക്കെ ആരാധിച്ച് നമ്മൾ ഒരുമിച്ച് ബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. വാസേന കേൾക്കാമല്ലോ? ഓക്കെ. സ്തോത്രം. ഓക്കെ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരാധിച്ച് ഹല്ലേലൂയ യഹോവയെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തിനാണ് ശക്തിയെ പുതുക്കുന്നത്? കഴുകനെ പോലെ ഹല്ലേലൂയ, കഴുകനെ പോലെ ചിറകടിച്ച് കയറണം. ഹല്ലേലൂയ. കഴുകനെ പോലെ ചിറകടിച്ച് കയറുമെന്ന് പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല. യഹോവയെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കുന്നവര് വെറുതെ ഹല്ലേലൂയ നമ്മള് ചെറിയ ചെറിയ പക്ഷികളെ പോലെ ഒന്ന് താന്ന് പറക്കുന്നവരല്ല. യഹോവയെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കുന്നവർ കഴുകനെ പോലെ ചിറകടിച്ച് ഹല്ലേലൂയ ഉയരങ്ങളിൽ 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 കുറഞ്ഞ ഉയരത്തക്കവണ്ണം ശക്തി പ്രാപിച്ച് നമ്മൾ ഹല്ലേലൂയ. അതിനാണ് യഹോവയെ കാത്തിരുന്ന് ശക്തിയെ പുതുക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ആരാധിച്ച് ബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നാളുകളിൽ ഓരോ ദിവസവും നമ്മൾ പലരിൽ നിന്നും അനുഭവ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ ആൾക്കാരാണ്. ആ അനുഭവ സാക്ഷ്യങ്ങളൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് വലിയ അനുഗ്രഹമായി തീരും. അതുപോലെ എൻ്റെ ഈ എളിയ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വലിയ വലിയ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. ഒരുപക്ഷെ എൻ്റെ ഈ ചെറിയ ചെറിയ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. അതേ, നമ്മളിതെല്ലാം കേട്ടിട്ട് ദേവദാസൻ പറഞ്ഞ പോലെ ബലപ്പെട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി തയ്യാറായിക്കൊള്ളണം. ഹല്ലേലൂയ. അതേ, ഹല്ലേലൂയ. എങ്ങനെ നമുക്കൊരാത്മാക്കളെ നേടാൻ സാധിക്കും? അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. എങ്ങനെ ഒരാളുടെ പേര് നമ്മൾ മുഖാന്തരം ജീവൻ രക്ഷപ്പെടാൻ ഏത് മുഖാന്തരമാണ് നമ്മൾ എങ്ങനെയാണ് ആയിത്തീരുക? അതാണ് ഹല്ലേലൂയ. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ പ്രയത്നം, അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവരെ, നമ്മുടെ എബ്രഹാം മണ്ണിൽ പാർക്കയുടെ പ്രസംഗം ഞാൻ ഇതിലൂടെ കേട്ടു. അദ്ദേഹത്തിന് 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ഇയ്യോബിനെ പറ്റി അദ്ദേഹം സംസാരിച്ചു. എബ്രഹാം മണ്ണിൽ പാർക്ക് അദ്ദേഹത്തിന്റെ ആ പ്രസംഗം ഞാൻ ജോലിയിൽ വെച്ചാണ് ഇന്ന് ഓൺ ചെയ്തപ്പം അദ്ദേഹം പ്രസംഗിക്കുന്ന ഈ ഫോൺ ലൈനിൽ. അപ്പോൾ ഞാൻ ഇയ്യോബിന്റെ കഷ്ടത്തെ പറ്റിയൊക്കെ അദ്ദേഹം പഴയ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മയിലേക്ക് വന്നു. ഈ പ്രസംഗം എന്നോടാണല്ലോ എന്ന് എനിക്ക് ചിന്തിക്കാൻ തക്കവണ്ണം ഇടയായി. എന്താണ് കഷ്ടതയുടെ തീച്ചൂടെ ഇയ്യോബ് കടന്നുപോയി. ഞാനും പ്രിയപ്പെട്ടവരെ ആ കഷ്ടതയുടെ തീച്ചൂടെ എന്റെ ഓർമ്മയിലൊന്ന് വന്നു. ഹല്ലേലൂയ. എന്റെ ഭാര്യ മരിക്കാറായി ഹോസ്പിറ്റലിൽ കടന്ന ദിവസങ്ങള് അവിടെ ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ നിന്ന് എന്റെ ഭവനത്തിലേക്ക് അതിൽ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ 2 സൈഡിലും ശരീരത്തിൽ തുളച്ച് 2 സൈഡിൽ കൂടെ അല്ലെങ്കിൽ ഓരോ ട്യൂബ് ഇട്ടിട്ട് അതേലൊക്കെ ബാഗ് തൂക്കിയിട്ട് ഒരു ഇടതുവശത്തൂടെയും വലതുവശത്തൂടെയും ഒക്കെ ഓരോന്ന് അല്ലെങ്കിൽ ആ ട്യൂബിലേക്ക് ഒലിച്ചു പോകത്തക്കവണ്ണം ദൈവമേ 4 പേര് പിടിച്ചുകൊണ്ട് അവളെ എന്റെ വൈഫിനെ ഭവനത്തിൽ കൊണ്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് കടത്തി രാത്രി മുഴുവൻ വേദന കൊണ്ട് പുളഞ്ഞ് അയ്യോ പൊത്തോ എന്ന് കേട്ട് രാത്രികളൊക്കെ ഞങ്ങൾ തള്ളി നീക്കിയ ദിവസങ്ങളൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ദൈവമേ, നേരം വെളുക്കുമ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് വിളിക്കുന്ന എന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനായിട്ട് അവർ ഒരു ഗ്രേഡും എല്ലാം 0 ഒന്നിനും ഗ്രേഡ് ഇല്ല. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നു. ഭാര്യ വേദന കൊണ്ട് പുറയുന്നു. അപ്പോൾ എന്റെ 6 ഏക്കർ റബ്ബർ തോട്ടം പച്ച മരങ്ങൾ ഉണങ്ങിപ്പോയി. ആര് വിശ്വസിക്കും? ഒരു സകല എന്തെങ്കിലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി, നാട്ടിലെ വേലയ്ക്ക് വേണ്ടി എനിക്കല്പം ആശ്വാസമായിരുന്ന ആ റബ്ബർ തോട്ടവും ഉണങ്ങിപ്പോയി. അപ്പോൾ തന്നെ എനിക്കൊരു നല്ലൊരു ബിസിനസ് ഉണ്ടായിരുന്ന ആ ബിസിനസ് പാർട്ട്ണർ എന്നെ ചതിച്ചു. എന്റെ ലക്ഷങ്ങളെല്ലാം തട്ടിക്കൊണ്ടുപോയി. അല്ലെങ്കിൽ അത് പോലീസ് കേസായി, കോടതിയായി എന്നിവയുടെ പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ എനിക്ക് ഹല്ലേലൂയ ഭയങ്കര ഫോൺ വിളികളും പ്രശ്നങ്ങളും. എന്റെ ഭാര്യ പ്രിയപ്പെട്ടവരെ ഹോസ്പിറ്റലിൽ എന്റെ വീട്ടില് വേദന കൊണ്ട് പുളയുന്നു. ആവശ്യമില്ലാത്ത ഓരോരുത്തരും ഓരോ രീതിയിൽ എന്നെ ചതിച്ചു വഞ്ചിച്ച്. അപ്പോൾ തന്നെ എന്റെ അമേരിക്കയിൽ എന്റെ ഉണ്ടായിരുന്നതും നഷ്ടമായി. ഓരോ ദിവസങ്ങളും നഷ്ടങ്ങളുടെ പട്ടിക എന്റെ ജീവിതത്തിൽ യോബിന് വന്ന പോലെ കടന്നു വന്നു.
ഹല്ലേലൂയ. അവസാനം എനിക്കാകെ $17,000 ഹല്ലേലൂയ എനിക്ക് മിച്ചമുണ്ട്. വേറൊന്നുമില്ലെല്ലാം പോയി. ഞാൻ ഒരു ദിവസം ജോലിയിൽ നിൽക്കുമ്പോൾ എനിക്ക് ഫോൺ കോൾ വരികയാണ്. ആ $17,000 ജോലിയിൽ എനിക്ക് ഫോൺ വരികയാണ്. $17,000 ആരോ കള്ള ഒപ്പിട്ട $17,000 കൂടെ എന്റെ ബാങ്കിൽ നിന്ന് അടിച്ചോണ്ട് പോയി. എനിക്ക് ബാങ്കിൽ നിന്ന് ഫോൺ വരികയാണ്. പോലീസ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ എന്നെ ബാങ്കിൽ വിളിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പൈസ ആരോ ബാങ്കിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി, നിങ്ങളുടെ കള്ളയൊപ്പിട്ട് കള്ളയടിയൊക്കെ കാണിച്ചാന്ന് അവർ പറയുന്നത്. എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചു ഞാൻ നിന്നതിപ്പി ചത്തുപോയെന്ന്. ഞാനൊന്ന് ഞുള്ളി നോക്കി എനിക്ക് വേദനയുണ്ടോ എന്ന് അറിയാൻ. അപ്പൊ എനിക്ക് അല്പം വേദന തോന്നിയപ്പോ മനസ്സിലായി ഞാൻ ചത്തുവെറ്റില്ല, ജീവിച്ചിരിപ്പുണ്ടെന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കേൾക്കുമ്പോ സുഖമുണ്ട്. ഒന്ന് അനുഭവിച്ചു നോക്കണമേ. ഹല്ലേലൂയ. ഈ കാര്യങ്ങളൊക്കെ അന്ന് മണ്ണിലെ ബ്രാം പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ എന്റെ പഴയകാല സംഭവങ്ങളൊക്കെ എന്റെ ഓർമ്മയിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അതെല്ലാം പോയി. അവസാനം എനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. നാട്ടുകാർ പിരിവെടുത്ത് എനിക്ക് ജീവിക്കാൻ വേണ്ടി, നാട്ടുകാർ പിരിവെടുത്ത് പ്രിയപ്പെട്ടവരെ എനിക്ക് ജീവിക്കാൻ. ഹല്ലേലൂയ. എന്റെ ലക്ഷങ്ങളും എന്റെ കോടികളൊക്കെ പോയി. ഒന്നുമില്ലാത്തവനായി ഞാൻ. ഹല്ലേലൂയ. അവസാനം നാട്ടുകാര് എനിക്ക് വേണ്ടി എനിക്ക് ജീവിക്കാൻ പിരിവെടുക്കേണ്ട അവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നു. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, വലിയ വില കൊടുത്തു. ഈ സുവിശേഷ കോളത്തിൽ നിൽക്കുന്നത് വലിയ വില കൊടുത്താണ്. ഹല്ലേലൂയ. വെറുതെ നിങ്ങൾ വിചാരിക്കരുത് ആഫ്രിക്കയ്ക്ക് പോയി, സൗത്ത് അമേരിക്കയ്ക്ക് പോയി, അവിടെ പോയി ഇവിടെ പോയി നിങ്ങൾ സാക്ഷ്യത്തിൽ കേൾക്കുമ്പോൾ വിചാരിക്കരുത് ഇതൊക്കെ അങ്ങ് രക്ഷിക്കപ്പെട്ടു നേരം വെളുത്ത് എഴുന്നേറ്റ് ഓടിപ്പോയെന്നല്ല. ഇതിന്റെയൊക്കെ പിന്നിൽ വലിയ വില കൊടുത്തു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതെല്ലാം എനിക്ക് അന്ന് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. എന്നാൽ ഹല്ലേലൂയ, ജീവിതത്തിലെ നല്ല കാലങ്ങളും ഹല്ലേലൂയ കഷ്ടകാലങ്ങളൊക്കെ അനുഭവിക്കാൻ ഈ രക്ഷിക്കപ്പെട്ട ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവമായി. എന്നാൽ പ്രിയപ്പെട്ടവരെ നോക്കുക, എല്ലാവരും വിധി, എന്റെ ഭാര്യ മരിക്കുമെന്ന് വിധി എഴുതി, എന്റെ ഭാര്യ ജീവിച്ചിരുന്നാൽ തന്നെ ഹാൻഡിക്യാപ്പാന്ന് വിധി എഴുതി, ഒരിക്കലും ജോലിക്ക് പോകാൻ പറ്റത്തില്ല, എല്ലാ അവയവങ്ങളും മുറിച്ചു വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടൊന്നും ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, ഒന്നും ഭക്ഷണം കഴിച്ചാൽ ഇറച്ചി ദഹിക്കത്തില്ല, അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള യാതൊരു ഫുഡും കഴിക്കുന്നതൊന്നും ദഹിക്കത്തില്ല. കാരണം വയറില്ല, പാൻക്രിയാസ് ഇല്ല, കുടലില്ല, വലതുമില്ല. എന്നാൽ എന്നെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം ഡോക്ടർമാരുടെ റിപ്പോർട്ടുകളെ മാറ്റി എഴുതി. ആദ്യം തന്നെ ഹല്ലേലൂയ മരണം മാറ്റി ദൈവം ജീവൻ കൊടുത്തു. ഹല്ലേലൂയ ഹാൻഡിക്യാപ്പ് മാറ്റി എന്റെ ദൈവം ആരോഗ്യം കൊടുത്തു. ജോലിക്ക് പോകത്തില്ല എന്ന് പറഞ്ഞവളെ ദൈവം, സ്വർഗത്തിലെ ദൈവം ജോലിക്കയച്ചു. 2 or 3 പ്രമോഷൻ കൊടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഗ്രേഡും ഇല്ലായിരുന്നു, എല്ലാം 0 മേടിച്ചു. എന്റെ കുഞ്ഞുങ്ങളത്തെ 2 മാസത്തെ ഗ്രേഡ് കൊണ്ട് ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ദൈവം കൈവിടത്തില്ല. എന്നാൽ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ അതൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒരു എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ സാക്ഷ്യം ഉണ്ടെങ്കിലല്ലേ സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പിന്നെ ഈ സാക്ഷ്യം എന്താണ്? അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതാണ്. ഇത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ലോകത്തിൽ വേറൊരു ശക്തിക്കും ഇത് ചെയ്യാൻ സാധ്യമല്ല. അതാണ് അനുഭവ സാക്ഷ്യം. സ്വർഗത്തിലെ ദൈവത്തെ കൊണ്ട് മാത്രം സാധ്യമാകുന്ന കാര്യം. ലോകത്തിന്റെ ടെക്നോളജിക്ക് പറ്റത്തില്ല, ലോകത്തിന്റെ പണത്തിനോ സമ്പത്തിനോ പറ്റത്തില്ല, അവരുടെ മസിൽ ബലം കൊണ്ട് പറ്റത്തില്ല. ഇത് ഹല്ലേലൂയ ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെയൊക്കെ അനുഭവ സാക്ഷ്യം എന്ന് പറഞ്ഞ് ഇത് ദൈവത്താൽ മാത്രം സാധ്യം. ഹല്ലേലൂയ. ആ ഇടയ്ക്ക് പ്രിയപ്പെട്ടവരെ, എനിക്ക് നോർത്ത് ഇന്ത്യയിലേക്കൊന്ന് സുവിശേഷവേലയ്ക്ക് പോകുക, സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കത്തിലായിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലേക്ക് പോകുക സുവിശേഷവേലയ്ക്ക് വേണ്ടിയിട്ട്. പല നോർത്ത് ഇന്ത്യ പല ഭാഗത്ത് മീറ്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനൊക്കെ കണക്ക് കൂട്ടി നോക്കിയപ്പം ഈ നമ്മുടെ കയ്യിലുള്ള വയസ്സ് കൊണ്ടൊന്നും തികയത്തില്ല. കാരണം നമുക്കറിയാം പാവപ്പെട്ട ദേവദാസന്മാരൊക്കെയാണ് നോർത്ത് ഇന്ത്യയിലേക്ക് ഉള്ളവർ. നമ്മൾ ചെല്ലുമ്പോൾ അവർ മീറ്റിംഗ് ഒക്കെ വെക്കും. ചില മീറ്റിങ്ങിൽ നമ്മൾ ഫുഡൊക്കെ കൊടുക്കണം. ഫുഡ് കൊടുക്കുന്നത് പറഞ്ഞാൽ പാവങ്ങൾ ഗ്രാമത്തിൽ നിന്നൊക്കെ വരുന്നല്ലേ, അപ്പൊ അതിന്റെയൊക്കെ ചെലവ് നമ്മൾ കൊടുക്കണം. ആ പാവപ്പെട്ട ദേവദാസന്മാരിൽ അതൊന്നും കാണത്തില്ല. അതുപോലെ തന്നെ അത് മാത്രമല്ല, ദേവദാസന്മാർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അവരൊക്കെ പാവപ്പെട്ടവരാണ്. അതുപോലെ നമുക്ക് ചിലയിടത്ത് പോകാൻ നമുക്ക് വണ്ടി വേണം. ഇതൊക്കെ ചെലവാണ്. അപ്പോൾ വലിയ ചെലവുള്ള കാര്യമാണ്. നമ്മൾ കുറച്ച് നാളത്തെ ഒരു നോർത്ത് ഇന്ത്യയിലേക്ക് സുവിശേഷ വേലക്കൊക്കെ പോകാന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ അമേരിക്കയിൽ നിന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അവരൊക്കെ നമ്മളിൽ പ്രതീക്ഷിക്കും ഈ പാവപ്പെട്ട ദേവദാസന്മാരൊക്കെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമുക്ക് സാമ്പത്തികമായി നമ്മൾ ഞെരുക്കുവാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അതുപോലെ മനസ്സിലാകുമോ?
ഞാൻ എൻ്റെ ദിവസങ്ങളൊക്കെ അല്പം വെട്ടിച്ചുരുക്കി നോക്കി കുറച്ച് ഉള്ള പൈസ കൊണ്ടൊക്കെ ഇത് ചെയ്തിട്ട് വരത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ പ്ലാൻ ചെയ്ത് സുവിശേഷ വേലയ്ക്ക് നോർത്ത് ഇന്ത്യക്ക് പോകാനൊക്കെ ഒരുങ്ങി എല്ലാം എടുത്തപ്പോഴത്തേക്ക് ഞങ്ങളുടെ എൻ്റെ ചർച്ചിലുള്ള ഒരു അമ്മാമ, ഹല്ലേലൂയ, ചർച്ചിലുള്ള ഒരു അമ്മാമ ഇങ്ങനെ പെട്ടിയെല്ലാം അടുക്കി പെറുക്കിയപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് പുറത്തെപ്പോ പാർക്കിൽ ലോട്ടിൽ പുല്ലും പുറത്ത് ചെളി പിടിച്ച് കിടന്നൊരു മാല. ഹല്ലേലൂയ. പുള്ളിക്കാരിക്ക് എന്തോ ചില വർഷങ്ങൾക്ക് മുമ്പ് എന്തോ പാർക്കിൽ ലോട്ടില് പുല്ലിനകത്ത് ചെളി പിടിച്ച് കിടക്കുക, ഈ ക്ലാവൊക്കെ പിടിച്ച് കറുത്ത് ഒരു മാല. ഹല്ലേലൂയ. അപ്പൊ ആ പുള്ളിക്കാരി ആ മാല ഈ പുല്ലിനിടയിൽ നിന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകിയൊക്കെ നോക്കിയപ്പോ ഇത് സ്വർണമാണോ, സ്വർണം പൂശിയതാണോ എന്നൊന്നും അറിയത്തില്ല. ഒരു സ്വർണ്ണ കളറുള്ള മാലയാ. ചിലപ്പം സ്വർണ്ണമായിരിക്കും, ചിലപ്പം വല്ല വരവായിരിക്കും, പ്ലേറ്റ് ആയിരിക്കും, കുറച്ചൊക്കെ പുള്ളിക്കാരെ ഏതായാലും തൂത്ത് തുടച്ച് ആ അലമാരയുടെ മൂലയ്ക്ക് വെച്ചിരുന്നു. ആ അമ്മാമിക്ക് കിട്ടിയ അലമാരിക്ക് അത് വെച്ചിട്ട് ചില വർഷങ്ങളായി. ഹല്ലേലൂയ. ആ സമയത്ത് അമ്മാമ്മ അലമാരിയെല്ലാം അടുക്കി പെറുക്കിയപ്പോഴത്തേക്ക് ഈ മാല കണ്ടു. അപ്പൊ പെട്ടെന്ന് ഓർമ്മ ബാങ്കുറുകരൊക്കെ നോർത്ത് ഇന്ത്യക്ക് സുവിശേഷ വേലയ്ക്ക് പോകുകയാണല്ലോ, അവർക്ക് ഇത് കൊടുത്തു വിട്ടേക്ക് അവിടെ കൊണ്ടുവന്ന് വല്ല സ്വർണ്ണപ്പണിക്കാരെ കാണിച്ച് ഇതിനകത്ത് ഇച്ചിരി വല്ല സ്വർണം വല്ല ഉണ്ടോ, മുഴുവൻ എന്താണോ അല്ലെങ്കിൽ ഉണ്ടോ എന്നൊക്കെ അവർ വേണമെന്ന് കൊണ്ടുവന്ന് കാണിച്ചോട്ടെ എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വന്നപ്പോഴത്തേക്കും ഈ മാല കൊണ്ടു തന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു വരവുമാല, ഇതൊരു സ്വർണ്ണം പ്ലേറ്റ് പൂശിയതാണെന്ന് തോന്നി, ഒരു സ്വർണ്ണമാണെന്ന് തോന്നുന്നില്ല അമ്മ. എനിവേ ഞാനത് മേടിച്ച് എന്റെ പെട്ടിക്കകത്ത് വെച്ച് പ്ലാസ്റ്റിക് കൂട്ട് ഇതിനകത്ത് പോയി എന്റെ പെട്ടിക്കകത്ത് ഇട്ടു. അങ്ങനെ ഞാൻ പ്രിയപ്പെട്ടവരെ നാട്ടിൽ ചെന്ന് ഹല്ലേലൂയ ഇങ്ങനെ പെട്ടിയൊക്കെ അടുക്കി വെച്ച കൂട്ടത്തിൽ ഞാനും മറന്നുപോയി ഇങ്ങനെ ഒരു സാധനം എന്റെ പെട്ടിക്കകത്തുണ്ടെന്ന്. പക്ഷെ ഞാൻ നാട്ടിൽ ചെന്ന് ഈ പെട്ടിയൊക്കെ അടുക്കി പെറുക്കിയ കൂട്ടത്തിൽ പെട്ടെന്ന് ഈ മാല, ഈ പ്ലാസ്റ്റിക് പൊതിക്കകത്ത് വെച്ചത് ഈ മാല ഇത് ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങി വന്നു. ഞാൻ അന്നേരം കാണുന്നില്ല, ഞാനൊന്ന് മറന്നും പോയി. അപ്പൊ തന്നെ എന്റെ അളിയൻ എന്റെ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ എന്റെ അളിയനെ പറഞ്ഞ ഒരു അമ്മാമ്മ ഇങ്ങനെ കിട്ടിയത് ഒരു മാല, അത് സ്വർണ്ണപ്പണിക്കാരുടെ എവിടെയുള്ള സ്വർണ്ണക്കടയിൽ കൊണ്ട് കൊടുത്തു, ഒന്ന് നോക്ക്, ഇത് വരവാണോ, ചെമ്പാണോ, സ്വർണ്ണമാണോ, ഇത് സ്വർണം പ്ലേറ്റ് ചെയ്തതാണോ എന്താണോ നമുക്കറിയത്തില്ല, ചുമ്മാ ഒന്ന് ചോദിക്കുന്നു, ഒന്ന് പരിശോധിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ എന്റെ അളിയനെ അത് കയ്യിലോട്ട് എടുത്തിട്ട് പറഞ്ഞ്, കണ്ടിട്ടത് സ്വർണം പ്ലേറ്റ് ചെയ്ത പോലെ ഇരിക്കുന്നു, പക്ഷെ വെയിറ്റ് കണ്ടിട്ട് സ്വർണ്ണമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏതായാലും ഒന്ന് സ്വർണ്ണക്കട കൊണ്ട് കൊടുത്തു കാണിച്ച് അവരെ കൊണ്ടൊന്ന് നോക്കിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ എന്റെ അളിയനത് സ്വർണ്ണക്കടയിൽ കൊണ്ട് കൊടുത്തപ്പോൾ സ്വർണ്ണക്കടക്കാരത് നോക്കിയപ്പോൾ 4 ഒന്നാന്തരം സൂപ്പർ സ്വർണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്വർണ്ണക്കടക്കാരൻ അത് 75,000 രൂപ, 75,000 റുപ്പീസ്. അന്നത്തെ ആ സമയത്ത് 75 റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു തുകയാണ്. ഹല്ലേലൂയ. ആരും കാണാതെ എത്രയോ വർഷമായെന്ന് അറിയത്തില്ല ഈ പുല്ലിനകത്ത് ഈ മാല കിടക്കുന്നു. അതിന് ചെളി പിടിച്ച് ക്ലാവ് പിടിച്ച് കളറും പോയി അല്ലെങ്കിൽ കിടക്കുന്നു. ആ മാല ഹല്ലേലൂയ തൂത്ത് അത് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അലമാരിക്കത്തും വർഷങ്ങളായി കിടക്കുന്നു. നോക്കുക, എന്നെ കേൾക്കാമല്ലോ മാസ്റ്റേ? കേൾക്കാം. സ്തോത്രം. ഒരു അനക്കവും ഇല്ല. അതുകൊണ്ട് എനിക്കറിയത്തില്ല, നിങ്ങൾ ആരെങ്കിലും എനിക്കൊന്ന് സ്തോത്രം പറഞ്ഞ് എനിക്കൊന്ന് ഒരു കേൾക്കാമല്ലോ എന്ന് തോന്നായിരുന്നു. എനിവേ പ്രിയപ്പെട്ടവരെ നോക്കുക, ഞാൻ സാമ്പത്തികമായി ഞെരുങ്ങിയിരിക്കുന്ന അവസരം സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുകയാണ്. അല്ലെങ്കിൽ അവിടെ ദൈവദാസന്മാർക്ക് കൊടുക്കാൻ സഹായിപ്പാൻ, അല്പം വരുന്ന മീറ്റിങ്ങിന് വരുന്നവർക്ക് വേണ്ടി അല്പം ഭക്ഷണം കൊടുക്കാൻ ആർക്ക് താല്പര്യമുണ്ട്. പക്ഷെ സാമ്പത്തിക ഹല്ലേലൂയ നഷ്ടങ്ങളൊക്കെ ഒരുപാട് വന്നപ്പോൾ, സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ ഒത്തിരി വന്നപ്പോൾ ഹല്ലേലൂയ എങ്ങനെയാകുമെന്ന് വിചാരിച്ചു. ഹല്ലേലൂയ ഉള്ള പൈസ കൊണ്ട് തികയുമെന്ന് വിചാരിച്ചു. എന്നാൽ മുന്നമേ എവിടുന്നോ പുല്ലിനകത്ത് കിടന്ന സ്വർണ്ണം ഒരു അമ്മാമ്മയുടെ കൈ കിട്ടുന്നു. അത് കഴുകി വൃത്തിയാക്കി അലമാരിക്കത്ത് വർഷങ്ങളോളം കിടക്കുന്നു. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ യാദൃശ്യമായിട്ട് അമ്മാമ്മയുടെ കണ്ണിൽ വരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാ ഹല്ലേലൂയ ചെറിയ ബഡ്ജറ്റിൽ സുവിശേഷയ്ക്ക് വേലയ്ക്ക് പോയ എനിക്ക് വലിയ ബഡ്ജറ്റിൽ ഒരു സുവിശേഷ വേല ചെയ്തിട്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് മടങ്ങി വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, ആ 75,000 രൂപയ്ക്ക് ആ സ്വർണ്ണക്കടക്കാർ അത് വില
കരയിലേക്ക് എടുക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവം കരുതുന്ന വഴി, ഹല്ലേലൂയ. അന്നത്തെ 75,000 രൂപ എന്ന് പറഞ്ഞാൽ അതൊക്കെ വലിയൊരു തുകയാണ് പ്രിയപ്പെട്ടവരെ. അതേ ദൈവം തുറക്കുന്ന വഴികൾ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വഴികൾ അഗോചരമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളാരും സങ്കല്പിക്കാൻ പോലും നമുക്ക് കഴിയത്തില്ല. അതേ പ്രിയപ്പെട്ടവരെ, നാം ദൈവവേലയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നാം ദൈവവേലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. അതേ ഹല്ലേലൂയ, അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും കടക്കാരനല്ല. നമ്മൾ എത്ര സമയം ദൈവത്തിൽ പ്രാർത്ഥിക്കാനിരിക്കുന്നു, ആ സമയത്തിനൊക്കെ ഹല്ലേലൂയ ദൈവം മറുപടി തരും, ദൈവം പ്രതിഫലം തരും. അവൻ ആർക്കും കടക്കാരനല്ല. നമ്മൾ എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്തോ ഒന്നും വെറുതെ ആകത്തില്ല. സമയം ചെലവഴിക്കുന്നത് വെറുതെ ആകത്തില്ല, പ്രാർത്ഥിക്കുന്നത് വെറുതെ ആകത്തില്ല, സാക്ഷ്യം പ്രസ്താവിക്കുന്നത് വെറുതെ ആകത്തില്ല, സുവിശേഷ യാത്രകൾ ചെയ്യുന്നത് വെറുതെ ആകത്തില്ല, എന്തിനധികം ഒരു പ്രാർത്ഥി കൊടുക്കുന്നത് പോലും വെറുതെ ആകത്തില്ല, ഒരു പോസ്റ്റ് പിടിച്ചുകൊണ്ട് പോയി നിൽക്കുന്നത് വെറുതെ ആകത്തില്ല. ദൈവനാമത്തിലാണോ ചെയ്യുന്നത്? വെറുതെ ആകത്തില്ല, വെറുതെ ആകത്തില്ല. പ്രതിഫലമുണ്ട്, പ്രതിഫലമുണ്ട്, പ്രതിഫലമുണ്ട്. മറന്നു പോകരുതേ. ഹല്ലേലൂയ. അതേ, നാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കൊരു ബോസ് ഉണ്ട്. എല്ലാ ജോലിക്കാർക്കും ഒരു ബോസ് ഉണ്ട്, എല്ലാ കമ്പനിക്കും ഒരു ബോസ് ഉണ്ട്. അതുപോലെ നമുക്കും ഒരു ബോസ് ഉണ്ട്. നമ്മുടെ ബോസ് ആരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അവനാണ് നമ്മുടെ ബോസ്. നമ്മൾ ചെയ്യുന്നത് അവന് വേണ്ടിയാണ്. അതേ അതുപോലെ എല്ലാ കമ്പനിയുടെയും ബോസുമാർ കൊടുക്കുന്ന പോലെ നമ്മുടെ ബോസ് നമുക്കും തരും. ഹല്ലേലൂയ. അവൻ സകല ബോസുമാരുടെ ബോസ് ആയതുകൊണ്ട് ഒന്നിനും മുട്ടില്ല, ഒന്നിനും പഞ്ഞമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം കർത്താവിന്റെ നാമത്തിൽ എന്ത് ചെയ്താലും അതിന് പ്രതിഫലമുണ്ട്. അത് വെറുതെയാകത്തില്ല. അത് തലമുറ 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 തലമുറയായി നിലനിൽക്കുന്ന പ്രതിഫലമാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. എപ്പോഴും ഞാൻ പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ അത്ര കിട്ടിയാലും തികത്തില്ല, ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല, കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. എന്തിനത് ഒരു സാക്ഷിയുള്ള ജീവിതം പോലും ചിലർ കാണിക്കത്തില്ല. പക്ഷെ എപ്പോഴും പ്രാർത്ഥിക്കുമോ, പ്രാർത്ഥിക്കണേ ഭാഷയെ, പ്രാർത്ഥിക്കണേ ഭാഷയുടെ, അതുതാ എത്ര കിട്ടിയാലും തികത്തില്ല. പക്ഷെ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, നാം കർത്താവിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ നമ്മൾ താതാന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, തന്നെ വരും. ഹല്ലേലൂയ. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. എപ്പോഴാണ് നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, നാം കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നന്മയും കരുണയും നമ്മെ പിന്തുടരും. നമ്മുടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. അതവന്റെ നീതിയാണ് പ്രിയപ്പെട്ടവരെ. നാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമുക്കും നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരുതുന്നത് അത് ദൈവത്തിന്റെ നീതിയാണ്. അവനത് ചെയ്യും പ്രിയപ്പെട്ടവരെ. ഇനി ഞാനൊരു അത്ഭുതം പറയാം പ്രിയപ്പെട്ടവരെ. ദൈവം ചെയ്തൊരു നീതി, നന്മയും കരുണയും എങ്ങനെയാണ് നമ്മളെ പിൻപറ്റുന്നത് വേറൊരു സാക്ഷ്യം ഞാൻ നിങ്ങളെ ഇപ്പോൾ കൊണ്ടുപോകുന്ന കൊറിയയിലേക്ക് കൊണ്ടുപോകാം. ഹല്ലേലൂയ. എന്റെ ഒരു കൊറിയൻ യാത്ര, ഹല്ലേലൂയ, സൗത്ത് കൊറിയയിലേക്കുള്ള ഒരു യാത്രയാണ്. അന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രാവശ്യം റഷ്യയിലേക്ക് പോയ കാര്യം. ഒരു കണക്ഷനും ഇല്ല, ഒരു ഇമെയിലും ഇല്ല, ഒരു പരിചയവുമില്ല. അതെ, അതുപോലെ തന്നെ ഒരു കൊറിയൻ യാത്ര, യാതൊരു പരിചയവുമില്ല, ആരുമായിട്ട് ബന്ധമില്ല, ഒരാൾ ഒന്ന് നമുക്ക് വിളിച്ച് ചോദിക്കാനില്ല, ഒന്നുമില്ല. വിശ്വാസത്താലുള്ള യാത്രയാണ് കൊറിയയിലേക്ക്. ഹല്ലേലൂയ. അങ്ങനെ ന്യൂയോർക്കിലെ എയർപോർട്ടിൽ പോയി കൊറിയൻ എയർലൈൻസിൽ പോകാനായിട്ട്, ഹല്ലേലൂയ, കൊറിയയിലേക്ക് പോകാൻ ഞങ്ങൾ ബോർഡിംഗ് പാസ് വരെ കയ്യിൽ കിട്ടി. ഞങ്ങളെ പ്ലെയിനിൽ ബോർഡിംഗ് ചെയ്യാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കൗണ്ടറിൽ അവിടെ ഇരിക്കുകയാണ് എയർപോർട്ടിൽ, കൊറിയൻ എയർലൈൻസ്, ഹല്ലേലൂയ, ന്യൂയോർക്കിൽ നിന്ന്. ഹല്ലേലൂയ. ബോർഡിംഗ് പാസ് ഒക്കെ കൈ തന്നു. എല്ലാവരും ഇങ്ങനെ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴത്തെ ഒരു ടിക്കറ്റ് ഏജന്റ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങളുടെ ഇന്ന് ബോർഡിംഗ് പാസ് തിരിച്ചു മേടിച്ചു. ഹല്ലേലൂയ. തിരിച്ചു മേടിച്ചത് അവർ കൊണ്ടുപോയി. എന്നിട്ട് ഇവര് ബോർഡിംഗ് തുടങ്ങി, ഞങ്ങൾക്ക് തിരിച്ചുകൊണ്ട് ബോർഡിംഗ് പാസ് തരുന്നില്ല. ഞാൻ പിന്നെ ചെന്ന് കൗണ്ടറിലോട്ട് ചോദിച്ചു, ഞങ്ങളുടെ ബോർഡിംഗ് പാസ് തിരിച്ചു തന്നില്ലെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ നിങ്ങളെ ഈ പ്ലെയിന് വിടാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഈ പ്ലെയിന് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, അയ്യോ അത് പറ്റത്തില്ല, അങ്ങനെ ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്തതല്ലേ. അത് ചില സാങ്കേതിക കാരണങ്ങളാൽ നിങ്ങളെ ഈ പ്ലെയിൻ ഈ പ്ലെയിന് വിടാൻ പറ്റത്തില്ല. നിങ്ങൾ അടുത്ത പ്ലെയിൻ വിടാം, പ്ലെയിൻ ഇനി ഉണ്ട്, നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങളെ വിടാം, അടുത്ത പ്ലെയിൻ വിടാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ഈ പ്ലെയിൻ പോകുവാണെങ്കിൽ ഈ പ്ലെയിൻ അവിടെ അറൈവല് ഉച്ച സമയത്ത് ചെല്ലും. ഞങ്ങൾക്ക് ഈ വലിയ ഹോട്ടലിൽ പോകാനും എവിടെയെങ്കിലും ഒന്ന് പോകാൻ ഒരു സൗകര്യമുണ്ട്, പകലല്ലേ, അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അതിനനുസരിച്ചാണ് ആ പ്ലെയിൻ തീരുമാനിച്ചത്.
ഈ രണ്ടാമത്തെ പ്ലെയിന് പോലെ അത് പാതിരായ്ക്ക് അവിടെ ചെല്ലുന്നത് രാത്രിയിൽ. ഈ രാത്രി പാതിരായ്ക്ക് നമ്മളിൽ അറിയാൻ മേലാത്ത രാജ്യത്തെ പാതിരായ്ക്ക് പുറത്തിറങ്ങി ഹോട്ടലിൽ നിർത്തി താമസമൊക്കെ ഈ രാത്രിക്ക് ബുദ്ധിമുട്ടല്ലേ, പരിചയമില്ലല്ലോ, നമുക്ക് പകലല്ലേ നല്ലതെന്നോർത്താണ് ഈ രീതിയിൽ ചെയ്തത്. ഇവർ ആ ഉച്ചയ്ക്ക് ചെല്ലുന്ന പ്ലെയിനെ ഞങ്ങളെ വിടാതെ വേണം അടുത്ത പ്ലെയിനിൽ വിടാം. അല്ലെങ്കിൽ രാത്രി പാതിരായ്ക്ക് അറൈവൽസായി. അല്ല ഞാൻ ഓർത്ത് അയ്യോ എന്റെ ദൈവമേ, ആ പ്ലെയിൻ പാതിരായ്ക്ക് അവിടെ എത്തും. ഞങ്ങൾക്ക് ആ ഒരു പരിചയമില്ലാത്തൊരു രാജ്യം, പിന്നെ ഞങ്ങൾ ഇനി പരിചയമില്ലാത്തവരുടെ ഇറങ്ങി, ഭാഷയില്ലാത്തവരുടെ ഇറങ്ങി ഇനി ഒരു ഓട്ടോ തപ്പി അതൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ. ഇവരൊട്ട് ഇതിൽ കയറ്റി വിടത്തൂല്ലേ. ഞങ്ങൾക്ക് വലിയ പ്രയാസം എനിക്കും എൻ്റെ വൈഫിനും ഉണ്ടായി പ്രിയപ്പെട്ടവര്. അല്ലേ ആ പ്ലെയിൻ ഞങ്ങൾക്ക് പ്ലെയിൻ അത് കയറിപ്പോകാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് ഞങ്ങൾ ബുദ്ധിമുട്ടി. എന്നാൽ കേൾക്കണം പ്രിയപ്പെട്ടവര്, ദൈവം ഒരുക്കിയ വഴി. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനേകർ യാത്ര ചെയ്ത ട്രെയിനിൽ യാത്ര ചെയ്ത സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ, ഓർമ്മ ഉണ്ടാവും. ഞാനും കേട്ടിരുന്നു. അല്ലയ്യ അവരുടെ യാത്രയിലുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേട്ടു. അതുപോലെ ഒരു അനുഭവമാണ്. എന്നാൽ നോക്കുക, ദൈവത്തിന്റെ അഗോചരമായ വഴികൾ പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തെ പ്ലെയിനിൽ ഞങ്ങൾ കയറി. അല്ലയ്യ പ്രിയപ്പെട്ടവര്, പാതിരായിക്കേണ്ടോ 12:30 1 മണിയോ രാത്രി പാതിരായിക്കാണ് ഈ പ്ലെയിൻ ചെന്ന് അല്ലയോ ലാൻഡ് ചെയ്യുന്നത് കൊറിയയിൽ. ഞാനും എൻ്റെ വൈഫെടുക്കും നമുക്കൊരു കാര്യം ചെയ്ത് പാതിരാക്കിയാലും പുറത്തോട്ട് ഇറങ്ങോട്ട് ടാക്സി ഒന്നും പിടിച്ചൊന്നും ചെയ്യണ്ട, ഇവിടെ വല്ല കുത്തിയിരുന്ന് നമുക്ക് നേരം വെളുപ്പിക്കാം, പകലാകട്ടെ. അങ്ങനെയൊക്കെ ഞാനും വൈഫോടെ ട്രെയിനിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നിറങ്ങി കൊറിയയിൽ. ഞങ്ങൾ കൊറിയയിൽ ഇങ്ങനെ ഒരു ഇരിക്കുകയാണ്, നേരം വെളുപ്പിക്കാതെ എന്ന് പറഞ്ഞ് ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ ആൾക്കാരൊക്കെ കുറെ ഇരിക്കൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പിക്ക് ചെയ്യാൻ വരുന്നവരെ വെയിറ്റ് ചെയ്തും അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. അപ്പൊ ഒരാള് കണ്ടിട്ട് ഇന്ത്യക്കാരനെ പോലെ ഇരിക്കും. അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഇന്ത്യക്കാരാണോ, എവിടുത്തെ കാര്യം ഇങ്ങനെ ചോദിച്ചു. ഞങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ അതെ ഞങ്ങൾ ഇന്ത്യക്കാരാണ്. ഇദ്ദേഹത്തെ കണ്ടപ്പോഴും എനിക്ക് തോന്നി ഇന്ത്യക്കാരനാണ്. ഒരു ഇന്ത്യയുടെ നല്ല കറുത്ത മുടി ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നല്ല. അപ്പൊ ഞാൻ നിങ്ങളെ അപ്പൊ പുള്ളിയെ ശ്രീലങ്കക്കാരനാണ്. അല്ലേലിയ, അദ്ദേഹം ഒരു ശ്രീലങ്കക്കാരനാണ്. അപ്പൊ അദ്ദേഹം വെയിറ്റ് ചെയ്യണം, അദ്ദേഹത്തിന്റെ പിക്ക് ചെയ്യാനായിട്ട് ആള് വരും. അപ്പൊ അദ്ദേഹത്തെ എന്നോട് ചോദിച്ചാൽ നിങ്ങൾ എവിടെ പോവാണ്, ഇന്ത്യയിൽ വരുന്നവർ? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ചിക്കാഗോയിൽ നിന്നാണ് വരുന്നത്. ഓ അത് ശരി, ആരുണ്ട് നിങ്ങൾക്കൂടെ? ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആരുമില്ല. നിങ്ങൾക്ക് ആരുമില്ലേ? ഞങ്ങൾക്ക് ആരുമില്ല. അയ്യോ അതാ നിങ്ങൾ ആരുമില്ല? ഞാൻ പറഞ്ഞു ഞങ്ങൾ വിശ്വാസത്താൽ വന്നിരിക്കുക. സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹവും ഒരു അദ്ദേഹം ഒരു പ്രൊഫസറാണ്. ഇവിടെ വന്നിരിക്കുന്നത് കൊറിയയിൽ വന്നിരിക്കുക, വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് കൊറിയയിൽ വന്നിരിക്കുക, യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ. ഹല്ലേലൂയ. അദ്ദേഹം ഒരു ദൈവവൈദ്യനാണ്. ഹല്ലേലൂയ. അദ്ദേഹം ഒരു പാസ്റ്ററും കൂടിയാണ്. ഹല്ലേലൂയ. സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഒരു പാസ്റ്ററാണ്. ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ വിശ്വാസത്താൽ വന്നിരിക്കുന്ന ഒരു മിഷണറിയാണ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പരിചയമൊന്നുമില്ല, ഞങ്ങൾ വിശ്വാസം. അയ്യോ ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ കണ്ടിട്ടില്ല, വിശ്വാസത്താൽ വേറൊരു രാജ്യത്ത് വന്നിറങ്ങിയിരിക്കുന്നുണ്ട്. അയ്യോ ദൈവാസന ഞങ്ങളിങ്ങനെ വിശ്വാസത്താലൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ. എനിക്കൊരു പരിചയമില്ല ആരുമായിട്ട്. നിങ്ങൾ എങ്ങോട്ട് പോകും? ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല. നിങ്ങൾ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യും? എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഉയരത്തിലേക്ക് യഹോവ ഈരേ ഹല്ലേലൂയ. ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്ക് കർത്താവേ ഉള്ളൂ. ഹല്ലേലൂയ. അവൻ ഞങ്ങളെ നടത്തും, അവൻ ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. ഞങ്ങൾക്ക് ഒരു പരിചയമില്ല. ഹല്ലേലൂയ. ഏത് ചർച്ചയിൽ പോകും, ആരെ വിളിച്ചൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, എന്നെ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ വണ്ടി വരും എന്നെ പിക്ക് ചെയ്യാൻ, എന്റെ കൂടെ വണ്ടിയെ കയറിക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അദ്ദേഹം ആ എയർപോർട്ടിൽ വെച്ച് ഞങ്ങളുടെ കയ്യിലേക്ക് ഒരു ഫോൺ തരികയാണ്. ആരുടെയാണെന്നറിയാമോ? കൊറിയക്കാരുടെ ഫോൺ. കൊറിയൻ രാജ്യത്തെ ഫോൺ, സെൽഫോൺ ഞങ്ങളുടെ കയ്യിലേക്ക് തരുവാണ്. നിങ്ങൾക്ക് ഈ ഫോൺ പോകുന്നിടം വരെ ഈ കൊറിയയിൽ ഉപയോഗിക്കാം. അത് മാത്രമല്ല അദ്ദേഹം ഓഫർ ചെയ്യുകയാണ്. ഇനി ഞങ്ങൾക്ക് എവിടെയാ അദ്ദേഹം താമസിക്കുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്ന വീട്. ഹല്ലേലൂയ. ഒന്നാം തരം ഒരു ബംഗ്ലാവ് ആ യൂണിവേഴ്സിറ്റി അദ്ദേഹത്തിന് താമസിക്കാൻ കൊടുത്തിരിക്കുകയാണ്. എന്റെ കൂടെ എന്റെ ഭവനത്തിൽ നിൽക്ക് താമസിക്കാം. എനിക്ക് ആകെ ഒരു ചെറിയ റൂമിന്റെ ആവശ്യമുള്ളൂ. വേറെ 2 3 മുറി അതിനകത്ത് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ താമസിക്കാം. ഇതാ എയർപോർട്ടിൽ വെച്ച് തന്നെ സെൽഫോൺ കയ്യിൽ കിട്ടുന്നു, താമസ സമയം കയ്യിൽ കിട്ടുന്നു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇവിടെ ഇഷ്ടം പോലെ പാസ്റ്റേഴ്സിനെ അറിയാം, എനിക്ക് ഇഷ്ടം പോലെ മീറ്റിംഗ് കഴിഞ്ഞാൽ. കാരണം ഞാൻ പുള്ളി അദ്ദേഹം 3ാമത്തെയോ 4ാമത്തെ പ്രാവശ്യമാണ് വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് അവിടെ വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല പരിചയം. എന്തിനധികം പറയണം പ്രിയപ്പെട്ടവരെ, പോൾ യോങ് കിച്ചോ ചർച്ച് വരെ അദ്ദേഹത്തിന് പരിചയമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ആ ആദ്യത്തെ ട്രെയിനിൽ ഞങ്ങൾ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ കണക്ഷൻ കിട്ടത്തില്ലായിരുന്നു. ഞങ്ങൾക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നി, ഞങ്ങൾക്കത് പ്രയാസമായിട്ട് തോന്നി. അയ്യോ ഹല്ലേലൂയ, ഈ രണ്ടാമത്തെ പ്ലെയിൻ പാതിരായ്ക്ക് വന്നിറങ്ങിയാൽ ഞങ്ങൾക്ക് ഒരു പുറത്തോട്ടൊക്കെ ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടാണല്ലോ. എന്നാൽ രണ്ടാമത്തെ പ്ലെയിനിലേക്ക് ദൈവം ഞങ്ങളെ കയറ്റിവിട്ടത് ഇങ്ങനെ ഒരു ബന്ധം ഞങ്ങൾക്ക് തരുവാൻ, ഇങ്ങനെ ഒരു കണക്ഷൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാൻ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് വേണ്ടി എയർപോർട്ടിൽ വെച്ച് തന്നെ അത് തന്നെ ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ക്രമീകരിക്കപ്പെടുന്നു. ഞങ്ങൾ അവിടെ പോയി താമസിക്കുന്നു. അദ്ദേഹം പല മീറ്റിങ്ങിനുള്ള പല പാസ്റ്റർമാരെ വിളിക്കുന്നു, പല കോർഡിനേറ്ററെ വിളിക്കുന്നു. അതെ, അവരൊക്കെ പലരും ഞങ്ങളെ വന്ന് ദിവസവും ആ ഭവനത്തിൽ നിന്ന് പിക്ക് ചെയ്യാൻ തുടങ്ങി. അതിന് പല മീറ്റിങ്ങുകൾ ഞങ്ങളെ കൊണ്ടുപോകാൻ തുടങ്ങി. അതെ, അനേക പല മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ദൈവം വഴിയൊരുക്കി. അല്ലെങ്കിൽ അത് മാത്രമല്ല, പോൾ യോങ്കിച്ചോ പാസ്റ്ററുടെ ചർച്ചിലെ അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ചയായിട്ട് നിന്ന പോൾ യോങ്കിച്ചോ പാസ്റ്ററുടെ ചർച്ച് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, കൊറിയയിലെ. ഹല്ലേലൂയ. ഇതവിടെയെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. ഈ ദൈവദാസനോട് ദൈവം വഴിയൊരുക്കി. അത് തന്നെയല്ല, ഒരു മഹാ അത്ഭുതം നിങ്ങൾക്ക് കേൾക്കണമോ? ഞങ്ങൾ പോയത് വെറും സൗത്ത് കൊറിയ മാത്രമാണെങ്കിലും എന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ ദാസന്, ഈ പ്രൊഫസർ മുഖാന്തരം നോർത്ത് കൊറിയയുടെ ബോർഡറിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നു. അവിടെ ഒരു സ്ഥലമുണ്ട്, അതിന് പറയും ഡേഞ്ചർ സോൺ. ഡേഞ്ചർ സോൺ എന്നാണ് അതിന്റെ പേര് തന്നെ. അത് നോർത്ത് കൊറിയയുടേതും സൗത്ത് കൊറിയയുടെയും ബോർഡറാണ്. ഈ വശത്ത് സൗത്ത് കൊറിയൻ പട്ടാളം നിൽപ്പുണ്ട്, അങ്ങേപ്പുറത്ത് നോർത്ത് കൊറിയൻ പട്ടാളം നിൽപ്പുണ്ട്. രണ്ട് വശത്ത് അവരുടെ ഫ്ലാഗ് എല്ലാം നിർത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതിന്റെ എല്ലാം ഇടയിലൂടെ ദേവദാസൻ ഞങ്ങളെ കൊണ്ടുപോയി. ഹല്ലേലൂയ. ഇതാ ഹല്ലേലൂയ. ചെറിയൊരു മതിൽക്ക് പോലെ അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറം നോർത്ത് കൊറിയ, ഇപ്പുറം സൗത്ത് കൊറിയ. എന്നാൽ അവിടെ നിന്നാൽ ശരിക്കും നോർത്ത് കൊറിയ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. കാലുകുത്താൻ പറ്റത്തില്ല, പക്ഷെ അവിടെ നിന്നുകൊണ്ട് നോർത്ത് കൊറിയ കാണാൻ സാധിക്കും. എന്നോട് ആ പ്രൊഫസർ പറഞ്ഞു, നോർത്ത് കൊറിയ നോക്കിക്കൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പട്ടാളമൊക്കെ നിൽപ്പുണ്ട് അവിടെ, ഒന്നും കുഴപ്പമില്ല, ശാസ്ത്രമായി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അതെ, ഹല്ലേലൂയ. സൗത്ത് കൊറിയയെ കാണാൻ പോയ ഞങ്ങള് നോർത്ത് കൊറിയയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ ദൈവം വഴിയൊരുക്കി. ഹല്ലേലൂയ. 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 ദൈവത്തിന്റെ വഴികളെ നോക്കുക പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ അഗോചരമായ വഴികളെ നോക്കുക പ്രിയപ്പെട്ടവരെ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വഴികൾ, ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുക്കുന്ന അഗോചരമായ വഴികൾ എത്ര ഉയർന്ന വഴികളാണ്, എത്ര അതിശയോക്തിയുള്ള വഴികളാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല പ്രിയപ്പെട്ടവരെ. ഇതൊന്നും അതെ, എത്രയോ സന്തോഷകരമായ അത്ഭുതകരമായ ഒരു മിഷൻ ട്രിപ്പ് ഞങ്ങൾക്ക് അവിടെ ഹല്ലേലൂയ കൊറിയയിൽ കിട്ടുവാൻ ഇടയായി തീർന്നു. പോൾ യോങ്കിച്ചപ്പാറയുടെ ചർച്ച് മുതൽ വലിയ ചർച്ചകളിലൊക്കെ ചെല്ലുവാനും അവിടെയൊക്കെ വചനം ശുശ്രൂഷിപ്പാനൊക്കെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കി. അത് മാത്രമല്ല, അവിടെ ഒരു പോൾ യോങ്കിച്ചപ്പാറയുടെ ഒരു വലിയൊരു മലയിലെ മുകളിൽ ഒരു ഗുഹ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് കയറുന്ന ആ ഓരോ ഭാഷക്കാരും അതിനകത്ത് കയറി ഒരാൾക്ക് മാത്രം അതിനെ തിരിഞ്ഞുകൊണ്ട് ഒച്ചയിൽ ആരാധിച്ച് പ്രാർത്ഥിക്കാം, അടച്ചു വെച്ചിട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതിന് ഒരാൾക്ക് മാത്രമേ ഇരിക്കാനൊക്കത്തുള്ളൂ. എത്ര മണിക്കൂറുകൾ അതിനെത്തിരുന്ന് പ്രാർത്ഥിക്കാം. അതേ, വിവിധ ഭാഷക്കാർ വന്ന് എത്രയോ ഭാഷയിലാണ് അവിടുന്ന് പ്രാർത്ഥന ഉയരുന്നത് ആ മലകളിൽ. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, അതൊക്കെ അവിടെയൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കാനും അതൊക്കെ കാണാനും സഹകരിക്കാനും ഒക്കെ എന്റെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കി. എവിടുന്നാണ്? ആ പ്ലെയിൻ മിസ്സായത് കൊണ്ടാണ്. ഹല്ലേലൂയ. കാരണം ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ലായിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പോലും. പക്ഷെ ആ പ്ലെയിൻ ഞങ്ങൾക്ക് വേണ്ടി മിസ്സായി. കൈ കിട്ടിയ ബോർഡിംഗ് പാസ് തിരിച്ചു മേടിച്ചോണ്ട് പോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത്തെ ഫ്ലൈറ്റിൽ സ്വർഗം കയറ്റിവിട്ടു. ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം എയർപോർട്ടിൽ തന്നെ വഴി തുറന്നു വെച്ചു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അഗോചരമായ വഴികൾ. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നതൊന്നും വെറുതെ ആകത്തില്ല. നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും അതിന്റെ പ്രതിഫലം കൊണ്ട് അവനത് കാണുന്നുണ്ട്, അവന് നോക്കിക്കൊണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ. നമ്മൾ ചെയ്യുന്നതിനൊന്നും
പ്രതിഫലമില്ലാതെയില്ല. അവൻ കാക്കുന്നവനാണ്, അവൻ കരുതുന്നവനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ഹല്ലേലൂയ, നിങ്ങളിലെ സുവിശേഷകൻ ഉണരണം. ഹല്ലേലൂയ, നിങ്ങൾ പുതിയ ചൈതന്യം വരണം, നിങ്ങളിൽ പുതിയ ശക്തി വരണം. അതെ, എന്തെങ്കിലും ഞാൻ എന്റെ കർത്താവിന് വേണ്ടി ചെയ്യും. അത് ഞാൻ എന്റെ കർത്താവിന് വേണ്ടി പുറപ്പെടും. അവൻ എന്നോട് കൂടെ ഉണ്ട്. അവനാണ് നമ്മെ നടത്തുന്നത്. ഹല്ലേലൂയ, അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ, അവന് വേണ്ടി എന്ത് ചെയ്താലും വെറുതെയാകത്തില്ല. അവൻ ഹല്ലേലൂയ, അവൻ പ്രതിഫലം തരുന്ന ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. ഹല്ലേലൂയ. ഇനി ഞാൻ നിങ്ങളെ അടുത്തതായി കൊണ്ടുപോകാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ, പെറു എന്ന സൗത്ത് രാജ്യത്തെ ഇത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു സാക്ഷ്യമാണ്. രണ്ടാമതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ എന്തിനാന്ന് വെച്ചാൽ, ഈ ഹല്ലേലൂയ ദേവദാസൻ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിലെ ഹല്ലേലൂയ കേൾക്കുന്നവർക്ക് വേണ്ടി ഇപ്പോൾ ഈ മീറ്റിംഗിൽ തന്നെ പല പുതിയ ആൾക്കാരും കയറിയിട്ടുണ്ട്. ഹല്ലേലൂയ, ആ പുതിയവർക്ക് വേണ്ടിയിട്ടും യൂട്യൂബിൽ കാണാൻ കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടും ഇതൊരു വലിയ സംഭവമാണ് പ്രിയപ്പെട്ടവര്. ആ പെറു എന്ന രാജ്യത്തെ സത്യത്തിന് കണക്ഷൻ ഇല്ലാതെ അല്ല ഞാൻ പോയത്, കണക്ഷനോട് കൂടി തന്നെയാണ് പോയത്. ഒരു ദേവദാസനിലേക്ക് ഹല്ലേലൂയ അവിടെ ഒരു ഇമെയിൽ തന്ന് ക്ഷണിച്ച് പോയതാണ്. ഹല്ലേലൂയ, പെറു, സൗത്ത് അമേരിക്കയിലെ പെറു എന്ന രാജ്യം. ഈ ദേവദാസൻ വന്ന് അല്ലെങ്കിൽ എന്നെ എയർപോർട്ടിൽ വന്ന് പിക്ക് ചെയ്യാൻ വന്ന് എയർപോർട്ടിൽ കാറെ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഈ ദേവദാസന് ഒറ്റയാട്ടനെ ഇംഗ്ലീഷ് അറിയത്തില്ല. ഇംഗ്ലീഷ് അറിയത്തില്ല. ഞാനോ എന്റെ ദൈവമേ, ഈ എന്ത് ചെയ്യും ഞാൻ ഈ ഭാഷയുമായിട്ട്? ഒരു വാക്ക് വാട്ട് ഈസ് യുവർ നെയിം ചോദിച്ചാൽ അദ്ദേഹത്തിന് പേര് പറയാൻ അദ്ദേഹത്തിന് മനസ്സിലാകത്തില്ല. എനിക്കാണ് ഒരൊറ്റയാട്ടന് സ്പാനിഷും അറിയത്തില്ല. ഹല്ലേലൂയ, ഒരൊറ്റയാട്ടത്തെ പോലും അദ്ദേഹത്തിന് ഇംഗ്ലീഷും അറിയത്തില്ല. അദ്ദേഹത്തിന്റെ വണ്ടിയല്ല, സത്യത്തിൽ ടാക്സി വണ്ടിയൊന്നുമില്ല അദ്ദേഹത്തിന്. ഒരു ടാക്സിയെ കയറ്റി അദ്ദേഹത്തിന്റെ ചർച്ചയും ഒരു ചെറിയ അതിനോട് കൂടിയല്ല ആ ചെറിയ താമസ സൗകര്യമൊക്കെ വന്നിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിപ്പിച്ചു. ഹല്ലേലൂയ, ആംഗ്യ ഭാഷയിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ബോഡി ലാംഗ്വേജ് ഭാഷയില്ല. അങ്ങനെ ഹല്ലേലൂയ അദ്ദേഹത്തിന്റെ ഇതിലൊക്കെ ഞങ്ങൾ ഇരുന്നിക്കുകയും പല ഹല്ലേലൂയ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയ സാഹചര്യത്തിൽ ഒരു ഉണ്ടായ സംഭവം ഞാനൊന്ന് വിവരിക്കട്ടെ. ഹല്ലേലൂയ, അങ്ങനെ നിന്നപ്പോ അദ്ദേഹത്തിന്റെ ആംഗ്യ ഭാഷയിൽ എന്നോട് പറഞ്ഞു, ഇവിടെ അടുത്താണ് മെച്ചപ്പിച്ചു എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞു. മെച്ചപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, 7 അത്ഭുതങ്ങൾ. ഹല്ലേലൂയ, നമുക്കറിയാലോ 7 അത്ഭുതങ്ങൾ. താജ്മഹല്, നയാഗര അപ്പോൾ ഇങ്ങനെ ഉള്ളതിന് 7 ലോകത്തിലെ അത്ഭുതങ്ങൾ ഒന്നാണ് മെച്ചപ്പിച്ചു എന്ന് പറഞ്ഞ പെറുവിലാണ്. ഹല്ലേലൂയ, ആ സ്ഥലം നിങ്ങൾ കാണണം. അദ്ദേഹത്തിനൊരു താല്പര്യം, നീ ഈ രാജ്യത്ത് വന്നതല്ലേ, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്നെ കൊണ്ടുപോകാം, അവിടെ പോയി ഒന്ന് കണ്ടോ, നീ ഞാൻ പോകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞെന്നെ അദ്ദേഹം ഹല്ലേലൂയ മെച്ചപ്പിച്ചു കാണാൻ വേണ്ടിയിട്ട് ട്രെയിനൊക്കെ അദ്ദേഹം ബുക്ക് ചെയ്തു. ആ ട്രെയിന് ബസ്സൊക്കെ പിടിച്ച് വലിയ ദൂര യാത്രയാണ്, അടുത്തൊന്നുമല്ല അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് വളരെ ദൂരെയാണ്. ഏകദേശം ഒരു 2-3 മണിക്കൂർ ബസ്സിലിരിക്കണം, അതുപോലെ തന്നെ 2-3 മണിക്കൂർ നമ്മൾ ട്രെയിനിലിരിക്കണം. അങ്ങനെയൊക്കെയാണ് അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. ഏതായാലും ദേവദാസന്റെ ഇത് നിർബന്ധ മുഖാന്തരം അദ്ദേഹം ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ഒരുമിച്ച് ഈ മെച്ചപ്പിച്ചു എന്ന സ്ഥലത്ത് ചെന്നു. അതൊരു വലിയ മലക്കെട്ടും കാര്യങ്ങളൊക്കെ വലിയൊരു സംഭവമാണ്. എങ്കിൽ അതിനെപ്പറ്റി ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ട് ഞാൻ എന്തിനും ഒരുപാട് ഇങ്ങനെ നടന്ന് കാണാൻ ബസ്സും ട്രെയിനിലേക്ക് ഇരുന്ന് വന്നല്ലേ ഒരു ഏകദേശം അതൊന്ന് മനസ്സിലായി. കണ്ടപ്പോഴാണ് സംഭവം എനിക്ക് മനസ്സിലാക്കി കണ്ടു. ഞാൻ അദ്ദേഹത്തോട് നമുക്ക് അടുത്ത ട്രെയിൻ 4 മണിക്കാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് തിരിച്ചു പോകാൻ. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, നമുക്ക് ഇതിന് മുമ്പ് നമ്മൾ കണ്ടല്ലോ ഇതല്ല, ഇനി മതി, ഇനി ഒത്തിരി നടക്കണ്ട, എനിക്ക് ഇനി നടന്നതിനും എനിക്ക് ക്ഷീണമോ മതി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ടിക്കറ്റ് ഒന്ന് നമുക്ക് ചേഞ്ച് റെയിൽവേ ട്രെയിൻ അവിടെ ചെന്ന് കൗണ്ടറിൽ ഒന്ന് ചോദിക്കും, നമുക്ക് വേറെ ട്രെയിനിലേക്ക് ഒന്ന് ഇതിന് മുമ്പുള്ള ട്രെയിനിലേക്ക് ഒന്ന് ബുക്ക് ചെയ്ത് തരാൻ പറ്റുമോ? ഞാൻ ഈ എത്ര പറഞ്ഞിട്ടും ഈ പാസ്റ്റർക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞെന്താണ്. ഈ ടിക്കറ്റ് ഒന്നും ചേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ഇംഗ്ലീഷ്. ഒരു അക്ഷരം പോലും ഇംഗ്ലീഷ് അറിയത്തില്ല. ഞാൻ ഈ കൗണ്ടറിൽ ചെന്നാലും അത് തന്നെ, അവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. ഞാൻ പറഞ്ഞു ടിക്കറ്റ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് കൗണ്ടറിൽ ചെന്ന് ചോദിക്കുക, അപ്പം നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരാൻ പറ്റും, നമുക്ക് നേരത്തെ തിരിച്ചു പോയേക്കാം. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന ഓരോരുത്തരെയും അടുത്ത് ചെന്നിട്ട് ഇംഗ്ലീഷ് അറിയാവോ ഇങ്ങനെ ഓരോരുത്തരും അടുത്ത് നിന്ന് ചോദിക്കുക ഈ പാസിൽ.
അപ്പൊ അവിടെ ഇരുന്ന ആർക്കും ഇല്ല, അവർക്ക് ആർക്കും ഇംഗ്ലീഷ് കിട്ടില്ല. അപ്പൊ കുറെ അങ്ങനെ ചോദിച്ച് കുറച്ച് ദൂരെ ചെന്നപ്പോൾ ഒരു കൊച്ചു പയ്യൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ പയ്യന്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹം സ്പാനിഷ് നിനക്ക് ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ എനിക്ക് ഇച്ചിരി ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞു. ഉടനെ ആ പയ്യനെ പിടിച്ചുകൊണ്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നു. എന്നോട് പറഞ്ഞു, ഇവനെ കാണിച്ച് എനിക്ക് മനസ്സിലായി, ഇദ്ദേഹത്തിനോട് പറ, ഇദ്ദേഹം അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയും, അതിനകൊണ്ടൊന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഉടനെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ടിക്കറ്റ് ഒന്ന് മാറ്റിയെടുക്കാവോ എന്ന് ചോദിക്കും. ഭാഷയോട് പറയാൻ റെയിൽവേ സ്റ്റേഷൻ അവിടെ കൗണ്ടറിൽ പോയിട്ട് ഇതിന് മുമ്പുള്ള ഏതെങ്കിലും ട്രെയിനിലേക്ക് ടിക്കറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ആ സ്പാനിൽ ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞത് ആ ചെറുപ്പക്കാരൻ പയ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഭാഷയോട് പറഞ്ഞു കൊടുത്ത് ഈ ടിക്കറ്റ് ചേഞ്ച് ചെയ്യാമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അവിടെ പോയി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പയ്യൻ ഇച്ചിരി ഇംഗ്ലീഷ് അറിയാമല്ലോ, അല്പം ഒന്ന് സുവിശേഷം പറഞ്ഞേക്കാമെന്ന് എനിക്ക് തോന്നി, പ്രിയപ്പെട്ടവര്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് യേശുവിനെ പറ്റി പറയാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആളാ, നിങ്ങൾ എന്താന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, എനിക്ക് ഞങ്ങൾക്ക് കാത്തലിക് ബോണാണ്, പക്ഷേ ഞങ്ങൾ പള്ളിയിലൊന്നും പോകാറില്ല, ഞങ്ങൾക്ക് ദൈവമൊന്നുമില്ല, ഞങ്ങളൊക്കെ അങ്ങനെ പള്ളിയില്ല, ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കാറൊന്നുമില്ല, അപ്പൊ ഒന്നുമില്ല, വലിയൊന്നുമില്ല, പക്ഷെ ഞങ്ങളൊക്കെ കാത്തലിക്കാണ് ജന്മം കൊണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരി, ഞാനപ്പോ യേശുവിനെ പറ്റി അദ്ദേഹത്തിന് അല്പം സുവിശേഷമൊക്കെ പറയാൻ തുടങ്ങി. കുറെ ഹല്ലേലൂയ, അന്ധവിശ്വാസത്തെ പറ്റി യേശുവിനെ പറ്റിയൊക്കെ പറഞ്ഞു. എല്ലാം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ആ ദൈവവചനങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ആ പാസ്റ്റർ തിരിച്ചു വരുന്നതിന് പറയും അദ്ദേഹം എന്റെ കൂടെ നിന്നപ്പോൾ ഞാൻ കുറെ സുവിശേഷം പറഞ്ഞു. യേശുവിന്റെ സ്നേഹത്തെ പറ്റി, യേശുവിന്റെ അത്ഭുതത്തെ പറ്റി ഒക്കെ ഞാൻ പറഞ്ഞു. അദ്ദേഹം എല്ലാം കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കാൻ തയ്യാറാണോ? ഈ യേശുവാണ് രക്ഷകനാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പം ഉടനെ അദ്ദേഹം ചാടിക്കറി എന്നോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ യേശുവിൽ വിശ്വസിക്കുന്നു, എനിക്കൊരു സംശയമില്ല, യേശു ഉണ്ട്. ഇത്ര പെട്ടെന്ന് എനിക്ക് 100% ഞാൻ വിശ്വസിക്കുന്നു. എന്റെ തമ്പുരാനെ, ഞാൻ ഇങ്ങനെ എന്റെ ആയുധം ഇതുപോലെ കേട്ടിട്ടില്ല. ഇത്ര പെട്ടെന്ന്, ഇത്ര ഒച്ചയില്, ഇത്ര ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ യേശുവില്, യേശു ഉണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യനും ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ല ഇത്ര പെട്ടെന്ന്, അത് ഇത്ര ശക്തിയിലും ഇത്ര വിശ്വാസത്തോടെ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇത്ര വിശ്വാസം വരാൻ കാരണം എന്താ? അതെ, എനിക്ക് വിശ്വാസം വരാൻ കാരണം ഈ മനുഷ്യനും നീയും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഈ പാസ്റ്റർ പേറുകൾ ജനിച്ചു വളർന്നു, നീ ഒരു ഇന്ത്യ ജനിച്ചു വളർന്ന പാസ്റ്റർ, ഈ പാസ്റ്റർ ഇവിടെ ജനിച്ചു വളർന്ന പാസ്റ്റർ, നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, നിങ്ങൾ തമ്മിൽ യാതൊരു പരിചയവുമില്ല. ഹല്ലേലൂയ. നിന്റെ ബാഗ് ആ പാസ്റ്റർ തോളെ കിടക്കുക, എന്റെ ബാഗ് അദ്ദേഹം തോളെ വെച്ചിരിക്കും എടുത്തുകൊണ്ട് നടക്കുക. നിന്റെ ബാഗ് ആ പാസ്റ്റർ തോളെ കിടക്കുന്നു, നിന്നെ കൈ പിടിച്ചോണ്ട് ഇവിടെ മുഴുവൻ കൊണ്ടു നടന്ന് കാണിക്കുന്നു. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? നിങ്ങളുടെ അങ്കിളാണോ, നിങ്ങളുടെ അമ്മാച്ചനാണോ? നിങ്ങൾ തമ്മിൽ യാതൊരു റിലേഷനില്ല, നിങ്ങൾ തമ്മിൽ മുൻപരിചയമില്ല, പിൻപരിചയമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ മുന്നിമേ കണ്ടിട്ടില്ല. ഇതൊക്കെ പോട്ടെ, നിങ്ങൾ തമ്മിൽ ഭാഷ പോലുമില്ല, നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഇതങ്ങനെ സംഭവിക്കുന്നു. ഈ മനുഷ്യൻ ഭാഷ പോലും നിങ്ങളെ മനസ്സിലാക്കാത്ത ഈ മനുഷ്യന്റെ തോള് നിങ്ങളുടെ ബാഗ് കിടക്കുന്നു. ഭാഷ പോലും നിങ്ങളുടെ മനസ്സിലാക്കാത്ത ഈ പാസ്റ്റർ നിങ്ങളെ കയ്യെ പിടിച്ചുകൊണ്ട് ഈ മെച്ചക്കുശിയിൽ കൊണ്ട് ഇവിടെ എല്ലാം കൊണ്ടു നടന്ന് നിങ്ങളെ കാണിക്കുന്നു. ഈ ഒരു പരിചയമില്ലാത്ത ഈ പാസ്റ്റർ വീട്ടിൽ നീ താമസിക്കുന്നു. ഇത് നിങ്ങളുടെ യേശു ഇല്ലാതെ സാധിക്കുകയെന്നു. യേശു ഇല്ലെങ്കിൽ ഇങ്ങനെ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അദ്ദേഹം അവിടെ മുട്ടുകുത്തുകയാണ്. അതെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ തയ്യാറാണ്. എനിക്ക് യേശുവിനെ വേണം. അതേ പ്രിയപ്പെട്ടവരെ, ആ മെച്ചപ്പിച്ചു എന്ന സ്ഥലത്ത് വെച്ച് ലോകക്കാർ പോയി കാണുന്ന മെച്ചപ്പിച്ചു എന്ന സ്ഥലത്ത് ഈ ചെറുപ്പക്കാരൻ പയ്യൻ മുട്ടുകുത്തി, അതെ എനിക്ക് നിങ്ങളുടെ യേശുവിനെ വേണം. ഈ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു, കാരണം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു നിങ്ങളെ രണ്ടുപേരെയും. ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിവിടെ വന്നത് ദൈവം എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. ഞാനിത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, മൈ മിഷൻ, എന്റെ മിഷൻ തീർന്നു.
എന്റെ വിഷയം എന്റെ പ്രവർത്തനം, ഞാൻ സക്സസ് ആയി. എന്റെ ഈ യാത്ര വെറുതെ ആയില്ല. എന്റെ യാത്ര വെറുതെ ആയില്ല. ഹല്ലേലൂയ. ഇതാ അവിടെ ഒരു മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ പയ്യൻ മുട്ടുകുത്തി, അവിടെ മുട്ടുകുത്തിയാണ്. അതെ, ഹല്ലേലൂയ. ഞാൻ യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാണ്. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കാരണം നിങ്ങൾ ഈ പറഞ്ഞത് ഒന്നുമല്ല, ഞാൻ ഇത് കാണുന്നു എന്റെ കണ്ണുകൊണ്ട്. നിങ്ങൾക്ക് ഭാഷ പോലും ഇല്ല നിങ്ങൾ തമ്മില്. എങ്ങനെ നിങ്ങൾ ഒരുമിച്ച് നടക്കുന്നു, എങ്ങനെ നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരൊറ്റയക്ഷരം ഇംഗ്ലീഷ് അദ്ദേഹത്തിന് അറിയത്തില്ല, ഒരൊറ്റയക്ഷരം സ്പാനിഷ് നിങ്ങൾക്ക് അറിയത്തില്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? അതേ യേശു കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം അവിടെ മുട്ടുകുത്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ ഇടയായിത്തീർന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ദൈവപ്രവൃത്തിക്ക് ഭാഷ ഒരു തടസ്സമല്ല. ദൈവപ്രവൃത്തിക്ക് ഭാഷ ഒരു തടസ്സമല്ല പ്രിയപ്പെട്ടവരെ. ദൈവപ്രവൃത്തിക്ക് ഭാഷ ഒരിക്കലും ഒരു തടസ്സമല്ല. ഹല്ലേലൂയ. ദൈവപ്രവൃത്തിക്ക് വലിയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് വലിയ പണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവൻ ചെളി കിടക്കുന്ന മാല കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെപ്പിക്കും. അതെ, ഹല്ലേലൂയ. ദൈവപ്രവൃത്തി വലിയ ഡോളർ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. ഹല്ലേലൂയ. ദൈവപ്രവൃത്തി ദൈവമാണ് ചെയ്യുന്നത്, അവനാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, സാക്ഷ്യങ്ങൾ ദൈവത്താൽ മാത്രം നടക്കുന്ന സംഭവം. ഇതൊരു ശക്തിക്കും ചെയ്യാൻ സാധ്യമല്ല. അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ, വേറെ ഒരു ശക്തിക്കും സാധ്യമല്ല. അതേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്റെ ആ യാത്രയിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചതിന് ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് പലരും കേട്ടിട്ടുണ്ടല്ലോ, ആ വ്യക്തി അവിടെ വെച്ച് അല്ലെങ്കിൽ കർത്താവിനെ രക്ഷിതമായി സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ, ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒരു ചെറിയ പാർട്ട് ടൈം ജോലിയായിരുന്നു. ഹല്ലേലൂയ. ഒരു പാർട്ട് ടൈം ജോലി. ഹല്ലേലൂയ. എനിക്ക് എന്റെ വരുമാനം വെറും $17,000 ഒരു വർഷത്തിൽ. വെറും പാർട്ട് ടൈം ജോലി. ഞാൻ ആ സമയത്ത് ആണ് രക്ഷിക്കപ്പെടുന്നത്. എന്റെ ചെറിയൊരു പാർട്ട് ടൈം ജോലി, എന്റെ ടാക്സ് ഒക്കെ ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്ക് $17,000 ആണ് എന്റെ ടോട്ടൽ ഇൻകം. അപ്പൊ എന്റെ വൈഫ് നേഴ്സാണ്. ആ കാലത്ത് അവർക്ക് എന്നെക്കാൾ കൂടുതൽ ഇൻകം ഉണ്ട്. എനിക്ക് ചിലപ്പം അതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ കാണാൻ തോന്നുന്നു. എനിക്ക് തീരെ എന്റെ ഇൻകം സാമ്പത്തികം വളരെ ചെറിയ തുകയാണ് എന്റെ സാലറി. ആ പാർട്ട് ടൈം ജോലി വളരെ എനിക്ക് ഹല്ലേലൂയ അതൊക്കെ പ്രയാസം തോന്നുമായിരുന്നു. ഹല്ലേലൂയ കർത്താവേ. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഞാൻ ഒരു ദിവസം ഇങ്ങനെ ദൈവത്തിനെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഒരു ദിവസമല്ല, ഞാൻ ഒരു കാർ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഹല്ലേലൂയ എബേസിന്റെ പ്രാർത്ഥന പോലൊരു പ്രാർത്ഥന ഹല്ലേലൂയ ദൈവസന്നിധിയില് ഞാൻ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അത് ഞാനിങ്ങനെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ചെറിയ ഒരു വാക്കിലൊരു ദൈവമേ കർത്താവേ, എന്റെ സാലറി എന്റെ 100,000 ആക്കിയിരുന്ന കൊള്ളായിരുന്നു. ഒരു ചെറിയ പ്രാർത്ഥന. ഇച്ചിരി അനീപ്പറ്റാണ്. ഞാൻ ചോദിക്കുന്നത് 100,000 ആക്കിയിരുന്ന കൊള്ളായിരുന്നു. എന്ത് വിഡിതരായി കാണിച്ചത്. ആ കാലത്ത് 80,000 ഡോക്ടർക്കുള്ളൂ. ആ കാലത്ത് ഡോക്ടറുടെ സാലറി 80,000. ഞാൻ 100,000 ചോദിക്കുക. $17,000, വെറും $17,000 സാലറി കിടക്കുന്ന ഞാൻ 100,000 സാലറി ഉണ്ടായിരുന്ന കൊള്ളായിരുന്നു ഞാൻ ചോദിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്താ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. സത്യമായിട്ടും ഒരു പൊട്ട പ്രാർത്ഥന. പക്ഷേ ഒരു കാറിൽ ഞാനിങ്ങനെ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഒരു അപേക്ഷ അത് നീട്ടി ഞാൻ പ്രാർത്ഥിച്ചോണ്ടൊന്നും കാറായിരുന്നില്ല, ആരാധിച്ചോണ്ടൊന്നും ഇരുന്നില്ല. ഒരു സർജൻസിൽ ഹല്ലേലൂയ. ഇവിടെ ദിനവൃത്താന്ത പുസ്തകത്തിലെ 4-ാം അധ്യായം, 1 ദിനവൃത്താന്ത 4-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം എബ്ബേസിന്റെ പ്രാർത്ഥനയാണ്. എബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ, ഞാൻ അവനെ ദശരഥത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ്
അവൻ എബേസ് എന്ന് പേരിട്ടു. ഇനി എബേസിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചോണം. എബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. ഒറ്റ വാക്യത്തിലെ പ്രാർത്ഥനയാണ്. 10-ാം വാക്യത്തിലെ ഒറ്റ വാക്യത്തിലെയാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ. ഈ 4-ാം അധ്യായം 3-ാം അധ്യായം 1 ദിനവൃത്താന്തം 3-ാം അധ്യായം 4-ാം അധ്യായം മുഴുവൻ എന്താണ് എഴുതിയിരിക്കുന്നത്? ഈ എല്ലാം ഇവരുടെ ഇന്നയാളുടെ മകൻ ജനിച്ചു, ഇന്നയാൾക്ക് ഇന്ന മകൻ ജനിച്ചു, എല്ലാവരും ഇങ്ങനെ വംശാവലി എഴുതിയിരിക്കുന്നത് ഇല്ലേ? അതിന്റെ യഹൂദയുടെ പുത്രന്മാർ പേരസ് ഇങ്ങനെ തുടങ്ങുന്ന 4-ാം അധ്യായം. അത് വംശാവലിയാണ്. ഇങ്ങനെ ഇന്നയാളുടെ മകൻ എന്നത്, ഇന്നയാളുടെ മകൻ എന്നത്, എല്ലാം ഇങ്ങനെ വന്ന് 9-ാം വാക്യത്തിൽ വരുമ്പോൾ അത് ബ്രേക്ക് ഇട്ടു. എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. 10-ാം വാക്യത്തിൽ എബേസിന്റെ പ്രാർത്ഥന. 11-ൽ പിന്നെയും ഈ വംശാവലി തുടങ്ങുക. അപ്പൊ ഈ വാക്യങ്ങൾ മുഴുവൻ വംശാവലിയുടെ ഇടയ്ക്ക് 2, 9-ഉം 10-ഉം ആ വംശാവലിയുടെ ഇടയ്ക്ക് ബ്രേക്ക് ഇട്ടുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുക. ആരാണ്? എബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. പിന്നെ 10-ാം വാക്യത്തിൽ എബേസിന്റെ പ്രാർത്ഥന, ഒറ്റ വാക്യത്തിലുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ മറുപടിയും ആ 10-ാം വാക്യത്തിൽ തന്നെ. ഹല്ലേലൂയ. എന്താണ് എഴുതിയിരിക്കുന്നത് അവിടെ? അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഒറ്റ വാക്യം. 10-ാം വാക്യത്തിൽ അപേക്ഷയും മറുപടി. ഇവിടെ എന്നും അദ്ദേഹം 21 ദിവസം ഉപസിച്ചെന്നോ 40 ദിവസം എഴുതിയിട്ടില്ല. ഇദ്ദേഹം ഒത്തിരി ആരാധിച്ചെന്ന് എഴുതിയിട്ടില്ല. ഒരു സിമ്പിൾ. അത് തന്നെ പ്രാർത്ഥന. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എന്റെ അതിരൊന്ന് വിസ്താരമാക്കിയിരുന്നില്ല. അതിരൊന്ന് അവൻ ഇല്ല, ഒന്നുമില്ല. എന്റെ അതിരൊന്ന് വിസ്തീർണമാക്കണം. അതിരെന്ന് പറഞ്ഞില്ല പുള്ളിക്ക്. പിന്നെ പുള്ളി താഴോട്ട് വായിക്കുമ്പോൾ, നിന്റെ കൈ എന്നോട് കൂടിരുന്ന് അനർത്ഥം എനിക്ക് വേണം. അനർത്ഥമേ ഉള്ളു പുള്ളിക്ക്. ഒന്ന് മാറുമ്പോ ഒന്ന്. അയ്യോ, കഷ്ടം തന്നെ എന്നും കൊന്നു. ഹല്ലേലൂയ. ഒന്നുമില്ല, അതിരുമെന്ന് പറയാനൊന്നും പുള്ളിക്കില്ല. എപ്പോ നോക്കിയാലും കഷ്ടം നഷ്ടം. ഇങ്ങനെ ഇരിക്കുന്ന മനുഷ്യൻ ഇതിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. നീട്ടി എന്ന് പ്രാർത്ഥിക്കാൻ വയ്യ. എനിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥിക്കണോ പറ്റിയല്ല. അയ്യോ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ. പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ, സാഹചര്യങ്ങളില്ല, ഹല്ലേലൂയ, പ്രതികൂലമായിരിക്കുമ്പോൾ ചില സമയത്ത് നമ്മുടെ വാ തുറക്കാൻ പറ്റത്തില്ല, ശബ്ദം പുറത്തോട്ട് വരത്തില്ല. ഞാൻ ഈ അവസ്ഥ, അയ്യോ എബേസിന്റെ അവസ്ഥ, അവനിത് കൂടുതൽ പ്രാർത്ഥിക്കാൻ വയ്യ. പക്ഷെ അവന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ആ ഞെരുക്കം, അവന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന പ്രാർത്ഥന, അവന്റെ ദുഃഖത്തിൽ നിന്ന് വന്ന പ്രാർത്ഥന, ഹല്ലേലൂയ, അവനെന്നും ദുഃഖം. അതേ വാക്യത്തിൽ തന്നെ ഹല്ലേലൂയ, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയോടുകൂടി അവന്റെ കഷ്ടകാലം തീർന്നു. ആ പ്രാർത്ഥനയോടുകൂടി അവന്റെ പഞ്ഞം തീർന്നു. ആ പ്രാർത്ഥനയോടുകൂടി അവന്റെ ഞെരുക്കം തീർന്നു. അവന്റെ അതിർവിശാലമാകാൻ തുടങ്ങി. ഹല്ലേലൂയ. അനർത്ഥം അവനെ കാണുമ്പോൾ ഓടിപ്പോകാൻ തുടങ്ങി. അനർത്ഥത്തിന് ഹല്ലേലൂയ എബേസിന് ഭയമാകാൻ തുടങ്ങി. ചെറിയ പ്രാർത്ഥന, സിമ്പിളായ പ്രാർത്ഥന. ഹല്ലേലൂയ. ഒരു സിമ്പിൾ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, എളിവൻ കാറിലിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, എന്റെ സാലറി 100,000 ആഴ്ചയിൽ കൊള്ളായിരുന്നു. ഞാൻ ഹല്ലേലൂയ മടങ്ങി ജോലിയിൽ ചെന്നു. ആ ആഴ്ചയിൽ ഞാൻ ജോലി ചെന്നപ്പോൾ ഒരു ബോർഡിൽ, ഞങ്ങളുടെ ജോലിയിൽ ബോർഡിൽ ഒരു ഓപ്പണിംഗ് ഇട്ടിരിക്കുന്നു. ഒരു നല്ല ഡിപ്പാർട്ട്മെന്റിൽ നല്ലൊരു ഓപ്പണിംഗ് കിടക്കുന്നു. സാറ്റർഡേ സൺഡേ ഓഫ്, 12:30 to 9 ഷിഫ്റ്റ്, 12:30 മുതൽ 9 വരെ ഷിഫ്റ്റ്. സാറ്റർഡേ സൺഡേ ഓഫ്. ഇതെനിക്ക് കിട്ടത്തേയില്ല. എവിടെ ഞാനിട? സാറ്റർഡേ സൺഡേ ഓഫ് എന്ന് പറയുമ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ
എങ്ങനെയാണ് ഞങ്ങളെയൊക്കെ ജോലി ചെയ്യുന്നത്? ബിഡ എല്ലാം സീനിയോറിറ്റി അനുസരിച്ച. ആരിടുന്നോ ആപ്ലിക്കേഷൻ ഇടുന്നോ അതെല്ലാം നോക്കും. ആർക്ക് എത്രയാ സീനിയോറിറ്റി. ഏറ്റവും ഹൈ സീനിയോറിറ്റിക്കാരൻ ആരാണ് ആപ്ലിക്കേഷൻ ഇരിക്കുന്നത് അവന് കൊടുക്കും. എല്ലാം സീനിയോറിറ്റി. ഡേ ഓഫ് സീനിയോറിറ്റി അനുസരിച്ചാണ്, ഷിഫ്റ്റ് സീനിയോറിറ്റി അനുസരിച്ചാണ്, വെക്കേഷൻ സീനിയോറിറ്റി അനുസരിച്ചാണ്, എല്ലാ കാര്യങ്ങളും ഷിഫ്റ്റ് എല്ലാം സീനിയോറിറ്റി അനുസരിച്ചാണ്. അതാ ഓപ്പണിംഗ് വന്ന് കിടക്കുന്നു. നല്ലൊരു ഡിപ്പാർട്ട്മെന്റ്. ദൈവമേ, അത് എത്ര നല്ല ഡിപ്പാർട്ട്മെന്റ് ആകട്ടെ എനിക്ക് ഒട്ടും കിട്ടത്തില്ല. രണ്ടാമത്തെ കാര്യം സാറ്റർഡേ ഓഫ് ഇട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് ഒട്ടും കിട്ടത്തില്ല. ഞാനങ്ങ് മുന്നോട്ട് നടന്നു പോയി. പിന്നെ എന്നോട് ചുമ്മാ ഇടാനേ എനിക്കിങ്ങനെ മനസ്സിൽ തോന്നുക. ഒരു ആപ്ലിക്കേഷൻ ഓഫീസിൽ പോകണം, ബില്ലിയൻ കൊടുത്ത് നിന്റെ സീനിയോറിറ്റി കിട്ടും, പേര് കിട്ടണം, നമ്മൾക്കല്ലോ നഷ്ടമൊന്നുമില്ലല്ലോ. അല്ലേ എനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. എന്നെ കേൾക്കാമല്ലോ മാസ്റ്റേ? കേട്ടോ? ഓക്കെ, ഹല്ലേലൂയ. എല്ലാവർക്കും എന്നെ കേൾക്കാമല്ലോ? ഹല്ലേലൂയ. ഞാൻ ഓഫീസിൽ ചെന്നു. എന്നോട് ആരോ എന്നെ നിർബന്ധിക്കുന്നത് ചുമ്മാ ഒരു ആപ്ലിക്കേഷൻ ഇട്, കിട്ടിയില്ലേ പോട്ടെ, നഷ്ടമൊന്നുമില്ലല്ലോ എന്നോട് ഇങ്ങനെ ആരോ മന്ത്രിക്കുന്നവർ എന്റെ ഉള്ളിൽ. അപ്പൊ ഞാൻ ചുമ്മാ കൊടുത്തേക്കാം, കിട്ടത്തൊന്നുമില്ല, പിന്നെ ചുമ്മാ കിട്ടേക്കാം. ഞാൻ ആ ഓഫീസിൽ നിന്ന് ഒരു ആപ്ലിക്കേഷൻ മേടിച്ച് എന്റെ പേരും ഡേറ്റും സീനിയോറിറ്റി ഡേറ്റും ഒക്കെ എഴുതി ഈ ഓപ്പണിങ്ങിന് ഞാൻ അപേക്ഷ ഇട്ടു. ഞാനതിട്ട് ഞാൻ മറന്നുപോയി. എനിക്കൊരു പ്രതീക്ഷയില്ല. രണ്ടാഴ്ച സമയമുണ്ട് അതിന്റെ ക്ലോസിംഗ് ടൈം. 2 ആഴ്ച കഴിഞ്ഞാൽ ഒരു ബോർഡിനെ എടുത്ത് മാറ്റി ഇട്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം എടുത്ത് പരിശോധിക്കും. ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് എന്റെ ജോലി ചെന്നു. ഞാൻ ജോലി ചെന്നപ്പോഴത്തേക്ക് എന്നെ സൂപ്പർവൈസർ ഓഫീസിൽ ചെന്ന് ആ ഡിപ്പാർട്ട്മെന്റിൽ മെയിനിങ്ങിൽ എന്റെ ലിസ്റ്റിൽ എന്റെ പേരില്ല. അപ്പൊ ഞാൻ പറയാം ഞാൻ ലിസ്റ്റിൽ ഇല്ലേ? അപ്പൊ ഞാൻ പറയാം ഞാൻ നീ വെക്കേഷനും വല്ലതും ആണോ? അതൊന്നും ഇല്ലല്ലോ, നീ വെക്കേഷനും അല്ല, നീ ഈ മെയിനിങ് ലിസ്റ്റിൽ നിന്റെ പേരുമില്ല ഈ ഡിപ്പാർട്ട്മെന്റിൽ. ഞാൻ ലിസ്റ്റിൽ ഇല്ലേ? അപ്പൊ അദ്ദേഹം ഉടനെ മെയിനിങ് ഓഫീസിൽ വിളിച്ചു എന്റെ സൂപ്പർവൈസർ ഇങ്ങനെ ഒരു ബാബു ജോസഫിന്റെ മെയിനിങ്ങിൽ മിസ്സായിരിക്കുന്നു, മെയിനിങ് പേരില്ലല്ലോ. അയ്യോ അല്ലല്ല, ആ മെയിനിങ്ങിലല്ല, പുള്ളി മറ്റേ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട്. ഞാൻ ഞെട്ടിപ്പോയി. എനിക്കിത് കിട്ടിയോ? എന്നോട് സൂപ്പർവൈസർ പറഞ്ഞു നീ ഈ ഡിപ്പാർട്ട്മെന്റിലല്ല, നീ ആപ്ലിക്കേഷൻ ഇട്ടായിരുന്നു, നിനക്ക് കിട്ടി. എന്റെ ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. 4 വർഷമേ അന്ന് എനിക്ക് സർവീസ് ഉള്ളൂ. 40 വർഷക്കാരന് പോലും അത് കിട്ടത്തില്ല ആ സാറ്റർഡേ സൺഡേ ആ ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ ദൈവം ആരെയും അത് കാണിച്ചില്ല. ആ ഓപ്പണിംഗ് ആരുടെയും കണ്ണിൽ പെട്ടില്ല. എനിക്ക് ആ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ജോലിക്ക് ചെന്നു. എന്റെ സീനിയർമാരെല്ലാം നിന്നോട്ട് കണ്ണു പിടിച്ച് നോക്കുവാണ്, ഇതെങ്ങനെ സംഭവിച്ചു? ഞങ്ങളൊക്കെ സീനിയർമാർ ഇവിടെ ഉണ്ട്, തറമ്പരും വെളുമ്പരും ഒക്കെ ഇളകാൻ തുടങ്ങി, ഞങ്ങൾ ചെയ്യും, ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറയാൻ തുടങ്ങി. ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ് 2 ആഴ്ചയായിട്ട് ബോർഡിൽ ഇട്ടിരിക്കുന്നു, നീ എന്നും ആപ്ലിക്കേഷൻ ഇട്ടില്ല, എങ്ങനെ കിട്ടും? ഞങ്ങൾ കണ്ടില്ല. നിങ്ങൾ കാണാത്ത ഡിപ്പാർട്ട്മെന്റ് കമ്പനിയുടെ കുറ്റമാണോ? ഹല്ലേലൂയ. എല്ലാവർക്കും അതിക്ക് 40 വർഷം സീനിയോറിറ്റി ഉള്ളവർ കിട്ടേണ്ടത് 4 വർഷക്കാരനായി എനിക്ക് കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് ചെന്നു പ്രിയപ്പെട്ടവരെ. എന്ത് ഹല്ലേലൂയ. എന്താണ് ജോസഫ് പത്തിപ്പേരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? അവൻ തനിക്കുള്ളതൊക്കെയും ജോസഫിന്റെ കയ്യിലേൽപ്പിച്ചു. അത് കഴിഞ്ഞ് ജോസഫ് കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി ജോസഫിന്റെ കയ്യിലേൽപ്പിച്ചു. എവിടെ ചെന്നാലും എല്ലാം ജോസഫിന്റെ കയ്യിലേൽപ്പിച്ച പോലെ ഞാനും ഒരു ബാബു ജോസഫാണ്. എന്റെ ലാസ്റ്റ് നെയിം ജോസഫാണ്. ഞാൻ ആ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നു. അവിടെ സൂപ്പർവൈസറുണ്ട്, മാനേജർമാരെല്ലാം ഉണ്ടെങ്കിലും എല്ലാം എന്റെ കയ്യിലേൽപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓവർ ടൈം, ഡബിൾ ടൈം എന്ന് വേണ്ട, എനിക്ക് പഞ്ചിൻ സമയത്ത് ചെല്ലണം. ഔട്ട് ഞാൻ പഞ്ച് ഔട്ട് ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ളപ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ആ വർഷം പ്രിയപ്പെട്ടവരെ ടാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ടാക്സുകാരന്റെ അടുത്ത് എന്റെ പേപ്പർ കൊണ്ടുവന്നപ്പോൾ അവൻ ചോദിച്ചു, ഈ പേപ്പർ ശരിയല്ല. എന്റെ ഹൈ ഇൻകം നോക്കിയപ്പോൾ 100,000. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞു ടാക്സ് ഉണ്ടാക്കത്തില്ല, എന്തോ മിസ്റ്റേക്ക് ഉണ്ട് ഈ ടാക്സിന്റെ ഇത് ശരിയല്ല. ഒന്ന് സോഷ്യൽ സെക്യൂരിറ്റി നമ്മൾ തെറ്റിക്കാണും. കഴിഞ്ഞ വർഷം 17,000 നിന്റെ ടാക്സ് നേരം ഉണ്ടാക്കി, ഈ വർഷം 100,000.
ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. അദ്ദേഹം 2 ആഴ്ച ആ പേപ്പർ വെച്ചോണ്ടിരുന്നു, ചെയ്തില്ല ടാക്സ്. അയക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല നിന്റെ ടാക്സ് പേപ്പറാണെന്നത്. അതെ പ്രിയപ്പെട്ടവരെ, ഓവർ ടൈം, ഡബിൾ ടൈം, ക്രൂ ചീഫ്, എന്തെല്ലാം പേലഞ്ച്, എന്തെല്ലാം എനിക്ക് എഴുതി തരാമോ അത് മുഴുവൻ സൂപ്പർവൈസർ എഴുതാൻ തുടങ്ങി. അല്ലെങ്കിൽ എന്റെ പേര് അനേകരുടെ കണ്ണ് അസൂയ കൊണ്ട് നിറഞ്ഞു പോയ കറമ്പറും വിളമ്പർക്കും എല്ലാവരും മാനേജർമാർ വൈസ് പ്രസിഡന്റ് അടുത്തൊക്കെ കംപ്ലൈന്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്റെ സൂപ്പർവൈസറെ മാനേജറെ വൈസ് പ്രസിഡന്റ് വിളിച്ച ഓഫീസിൽ എന്തുകൊണ്ട് ഒരാൾക്ക് ഇതെല്ലാം വാരിക്കോരി കൊടുക്കുന്നു ചോദിച്ചു. അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു? അവര് പറഞ്ഞു, അല്ലേലിയ ഈ പ്ലെയിനൊക്കെ ഇവിടെ കിടക്കുന്നു. ലണ്ടൻ പ്ലെയിൻ 10-14 ഇന്റർനാഷണൽ പ്ലെയിൻ, ചൈന പ്ലെയിൻ, ലണ്ടൻ പ്ലെയിൻ, ഡൽഹി പ്ലെയിനൊക്കെ, ഡൽഹി 5 പ്ലെയിൻ തന്നെ ലണ്ടനിലേക്കുണ്ട്. ഈ പ്ലെയിനൊക്കെ ഓൺ ടൈം പോകുന്നില്ലേ? ഇവന് ഓവർ ടൈം കൊടുത്താൽ എന്താ കുഴപ്പം? ഇവൻ ഓവർ ടൈം കൊടുത്താൽ ഒരു മനുഷ്യനെ കൊടുക്കുന്നുള്ളൂ. ഈ പ്ലെയിൻ സമയത്ത് പോകാതെ ലേറ്റായി കിടന്നാൽ അല്ലേലിയ എത്രയോ $1 മില്യൺ നമ്മൾ ചിക്കാഗോയ്ക്ക് പെനാൽറ്റി കൊടുക്കണം. എന്തുമാത്രം പണം നമ്മൾ ഇതിന് നഷ്ടപ്പെടുത്തുന്നത്? പ്ലെയിൻ ഡിലേ ആയാൽ ഇവൻ ഓവർ ടൈം കൊടുത്താലും ഡബിൾ ടൈം കൊടുത്താലും എന്ത് കൊടുത്താലും ഒറ്റ പ്ലെയിൻ ഡിലേ ആകുന്നില്ല, എല്ലാം ഓൺ ടൈം. ഹല്ലേലൂയ. അതോ നിങ്ങൾക്ക് മില്യൺ ഹല്ലേലൂയ സിറ്റി ഓഫ് ചിക്കാഗോയ്ക്ക് പെനാൽറ്റി കൊടുക്കണോ? ഡിലേ ആയിട്ട് പണം കൊടുക്കണോ ഈ സിറ്റി ഓഫ് ചിക്കാഗോയ്ക്ക്? അതാണോ വൈസ് പ്രസിഡന്റ് നിങ്ങൾക്ക് വേണ്ടത്? അതോ ഒരു മനുഷ്യനെ കൊണ്ട് ഇത് മുഴുവൻ ഓൺ ടൈം ആക്കിപ്പെടുന്നതാണോ നല്ലത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, എന്നും എന്റെ സാലറി 100,000. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ചെറിയ പ്രാർത്ഥന. കർത്താവേ, എന്റെ സാലറി $100,000 ആക്കി കൊള്ളായിരുന്നു. ഹല്ലേലൂയ. $17,000 കിടന്ന ഞാൻ ഒറ്റച്ചാട്ടം 100ലേക്ക്. വെറും ഡോക്ടേഴ്സിന് പോലും $80,000 ഉള്ളപ്പോൾ എന്റെ ദൈവം എന്നെ ഉയർത്തി. ഞാൻ ചെന്ന ഡിപ്പാർട്ട്മെന്റിൽ എന്റെ ദൈവം അവിടെ എന്നെ ഉയർത്തി. അവരിൽ എന്റെ വിശ്വാസത്തെ ഉറപ്പിച്ചു. ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവരാരും ചോദിച്ചില്ല നീ എപ്പോഴാ പഞ്ച് ഔട്ട് ചെയ്യുന്നത്. പഞ്ചിന് ഓൺ ടൈം ചെയ്യണം, ഔട്ട് എനിക്ക് തോന്നുമ്പോഴാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് 8 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഓവർ ടൈം, 4 മണിക്കൂർ ഓവർ ടൈമാണ്. അടുത്ത 4 കഴിഞ്ഞാൽ പിന്നെ ഡബിൾ ടൈമാണ്. അങ്ങനെ അങ്ങോട്ട് പോകും ലിസ്റ്റ്. ഹല്ലേലൂയ. ഇതൊക്കെ തുറന്നു പറയുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രമാണ്. ആരും ചിന്തിക്കൽ. ഇതിനു മുമ്പ് ഞാൻ ഒരു നഷ്ടത്തിന്റെ കഥ നിങ്ങളോട് പറഞ്ഞു. ഇതിനു വേണ്ടിയാണ് ഞാൻ ഇതിന് മുമ്പ് എനിക്ക് നഷ്ടം വന്നത്. നാട്ടുകാരെനിക്ക് വേണ്ടി ജീവിക്കാൻ പിരിവെടുത്തകാരെ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ അതൊരു നഷ്ടത്തിന്റെ കാലം, എന്നാൽ ഇതൊരു ലാഭത്തിന്റെ കാലം. എല്ലാത്തിനും ഒരു കാലമുണ്ട്. ശലോമോൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും ഒരു കാലമുണ്ട്. അതേ പ്രിയപ്പെട്ടവര്, അതേ ഹല്ലേലൂയ. അവൻ കൈവിടുന്ന ദൈവമല്ല. ഒരു സമയത്ത് നഷ്ടമാണെങ്കിൽ ലാഭമാക്കുന്ന ഒരു കാലം ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദൈവനാമം മഹത്വത്തിന് വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. പൊങ്ങച്ചം പറഞ്ഞതാണെന്ന് വിചാരിക്കരുത്. എന്റെ ഹല്ലേലൂയ എന്റെ പണം കാണാൻ വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. അതിനു മുമ്പാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ നക്ഷത്രത്തിന്റെ ഒരു കഥ എന്റെ ഒരു സാക്ഷ്യം വിവരിച്ചത്. അതെ, അവൻ നക്ഷത്രത്തിൽ കൂടെ കടന്നു പോകും. എപ്പോഴും നക്ഷത്രത്തിൽ കൂടെ കടത്തി വിടുന്നൊരു ദൈവമല്ല, ലാഭത്തിൽ കൂടെ കടത്തി അവൻ വിടും. ഹല്ലേലൂയ. അതേ പ്രിയപ്പെട്ടവരെ, എബ്ബേസിന്റെ ഒരു ഒറ്റ വാക്യത്തിലുള്ള പ്രാർത്ഥന, അതേ വാക്യത്തിലെ പ്രാർത്ഥനയ്ക്ക് മറുപടി. ഇന്നും അവൻ പ്രാർത്ഥന കേൾക്കുന്നു. അവൻ ഞരക്കങ്ങൾ അറിയുന്നു. അവൻ ദുഃഖങ്ങൾ കാണുന്നു. അതേ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നാം ഞെരുങ്ങിയിരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നീട്ടി പ്രാർത്ഥിക്കാൻ ഒരുപക്ഷെ നമുക്ക് കഴിയത്തില്ല. ഒത്തിരി ആരാധിക്കാൻ നമുക്ക് കഴിയത്തില്ല. ചിലപ്പോൾ കൈയും കെട്ടിയൊക്കെ നമ്മൾ ഇരുന്നു പോകും. ഞാൻ ഇരുന്നിട്ടുണ്ട്. ആ സമയത്തെ ഒരു വാക്കുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് പോലും ശക്തിയുണ്ട്. ഒരു വാക്കുള്ള പ്രാർത്ഥനയ്ക്ക് പോലും വിടുതലുണ്ട്. ആ ഒരു വാക്കിന്റെ പ്രാർത്ഥന പോലും നമ്മുടെ പഞ്ഞത്തെ മാറ്റും, നമ്മുടെ പട്ടിണിയെ മാറ്റും, നമ്മുടെ കഷ്ടകാലത്തെ മാറ്റും, നമ്മുടെ സാലറിയെ മാറ്റും. ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ. ഇതിലപ്പുറം ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞാൽ അത് കൂടിപ്പോകും. ഇതിക്കുള്ള സാക്ഷ്യം ഉണ്ടോ പറയാൻ?
അത് ഈ കേൾക്കുന്ന ജനമേ, ഹല്ലേലൂയ, എന്നെ യൂട്യൂബിൽ കേൾക്കുന്ന ജനമേ, ഹല്ലേലൂയ, ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടോ? ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അതേ, ഇതാണ് സമയം പ്രിയപ്പെട്ടവരെ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കൊള്ളുക, യേശുവിൽ ആശ്രയിച്ചു കൊള്ളുക. നാം ജനിച്ചു വളർന്ന പാരമ്പര്യ ജീവിതത്തെ വിട്ട്, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന സമ്പ്രദായത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ പാരമ്പര്യമായിരിക്കുന്ന, അല്ലെങ്കിൽ വിദ്യാഹാരത്തിനെയും അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ വിട്ട് യേശുവിനെ സ്വീകരിച്ചു കൊള്ളുക. അവൻ ശക്തനാണ് നമ്മളെ അനുഗ്രഹിക്കാൻ, അവൻ ശക്തനാണ് നമ്മളെ ഉയർത്തുവാൻ. ഹല്ലേലൂയ, അവൻ മാത്രം സത്യദൈവം. ഹല്ലേലൂയ, അവൻ സർവശക്തൻ, അവൻ രാജാതി രാജാവേ. ഹല്ലേലൂയ, അവൻ ദേവാതിദേവൻ. അവനിൽ മാത്രം ആശ്രയം വെക്കുക, അവനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൻ വിടിവിക്കുന്ന ദൈവം. ആരെങ്കിലും കഷ്ടത്തിലെ കടന്നു പോകുന്നതിനെ കേൾക്കുന്നുണ്ടോ? ദുഃഖത്തിലുള്ള കടന്നുപോകുന്നതിനെ കേൾക്കുന്നുണ്ടോ? രോഗത്തിലുള്ള കടന്നുപോകുന്നതിനെ കേൾക്കുന്നുണ്ടോ? അവൻ വിടിവിക്കുന്ന ദൈവമാണ്, അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, അവൻ ആസ്വദിക്കുന്ന ദൈവമാണ്. ഞാൻ എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കട്ടെ. എബ്ബേസിന്റെ ഒറ്റ വാക്യത്തിലുള്ള പ്രാർത്ഥന, അതേ വാക്യത്തിൽ തന്നെ അവന് മറുപടി. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അവൻ ഇന്നും പ്രാർത്ഥന കേൾക്കുന്നു, അവൻ ഇന്നും വിടുവിക്കുന്നു. അവൻ സർവശക്തൻ. അവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനങ്ങളാലും ഈ സാക്ഷ്യത്താലും. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ് യു. പരിശുദ്ധനായ ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുന്നു പാസ്റ്റർ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗപിതാവേ, അടിയൻ പ്രസ്താവിച്ച സാക്ഷ്യങ്ങൾ, അനുഭവങ്ങൾ, സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി റഷ്യയിൽ കരുതിയത്, സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കൊറിയയിൽ കരുതിയത്, അടിയന് വേണ്ടി കർത്താവെ പേറുവിൽ എന്നെ അയച്ച് എന്റെ ദൈവോരാത്മാവിന് വേണ്ടി അവിടെ ചെയ്ത അത്ഭുതങ്ങൾ, എന്റെ ചെറിയ സാലറിയിൽ നിന്ന് എന്നെ ദൈവം ഉയർത്തി ജോസഫിന് കൊടുത്ത പോലെ കർത്താവ് ഹല്ലേലൂയ എന്നെയും ദൈവം മാനിച്ച സാക്ഷ്യങ്ങൾ ദൈവമേ, കേട്ട ജനത്തിന് വിടുതലായി തീരണമേ, കേൾക്കുന്ന ജനത്തിന് ആശ്വാസമായി തീരണമേ, അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇത് യൂട്യൂബിലൂടെ കേൾക്കുന്ന അനേകരെ യേശുവിൽ വിശ്വസിപ്പാൻ, അനേകര് സ്നാനപ്പെടുവാൻ, അനേകരെ ജീവന്റെ മൊത്തത്തിൽ എഴുതപ്പെടുവാൻ, അല്ലെങ്കിൽ അനേക ഓരോ സാക്ഷ്യവും അനേക സാക്ഷ്യങ്ങളെ ഉളവാക്കുവാൻ ഇടയായി തീരണമേ. ഇപ്പോൾ ഇതിലൂടെ കേട്ടുകൊണ്ട് ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ, അവർക്ക് വിടുതൽ നീ കൽപ്പിക്കുമാറാകണമേ, അവർക്ക് ആശ്വാസം കൽപ്പിക്കുമാറാകണമേ, അവർക്ക് സൗഖ്യം കൽപ്പിക്കുമാറാകണമേ. ഇതിൽ കർത്താവെ പ്രവർത്തിക്കുന്ന ജോസഫ് പാസ്റ്ററോട് പ്രാർത്ഥിക്കുന്ന ആശ്രിത പ്രവർത്തനം അനുഗ്രഹിക്കണമേ. തന്റെ ബാങ്കിലുള്ള കർത്താവെ ഹല്ലേലൂയ ബൈബിൾ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ അവരെ അനുഗ്രഹിച്ച് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ ഓൺലൈനിലുള്ള ഓരോരുത്തർക്കായി സ്തോത്രം. ഓരോരുത്തരുടെ ആവശ്യത്തിന് പോലെ കർത്താവിനെ കരം കൊണ്ടിരിക്കണമേ. നന്മയും കരുണയും എന്റെ ആത്മാവൊക്കെയും എന്നെ പിന്തുടരും. ദൈവത്തിന്റെ വചനത്താൽ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളെല്ലാം ഒരുമിച്ച് കർത്താവിന്റെ വേലക്കിറങ്ങി തിരുനാമ മഹത്വത്തിന്റെ കർത്താവെ ഈ ജനത്തെ നീ ഉപയോഗിക്കുവാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തെ നീ അനുഗ്രഹിച്ച് പാലിച്ചാട്ടെ. തിരുനാമ മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഒന്നിക്കും ഒരു നാൾ സ്വർഗകൂടാരത്തിൽ വന്നിക്കും ഞാനെന്നാൾ, എന്നാലോ പ്രീതിയന്റെ പൊന്നു എല്ലാ